ഈ കോൺഗ്രസിൽ വിശ്വാസമില്ലാത്ത ജനാധിപത്യ വിശ്വാസികളുണ്ട് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമില്ലാത്ത ജനാധിപത്യ വിശ്വാസികളുണ്ട് കേരളത്തിൽ. അവർക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രസ്ഥാനം വേണം. അങ്ങനെ NSSന്റെ താല്പര്യം മാത്രം നോക്കിയാണ് അത് ഓരോ തീരുമാനം എടുത്തിരുന്നത്. ഇവരൊക്കെ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വലിയ വരേണ്യവർഗം. അവരുടേതായി കോൺഗ്രസ്. നിരീശ്വരവാദികളുടെ കൂടെ നമ്മൾ ചേർന്നതല്ല, നമ്മുടെ കൂടെ നിരീശ്വരവാദികൾ ചേർന്നെന്ന് വേണം പറയാവുന്നതാണ്. അങ്ങനെ ഈ പ്രവർത്തകർക്ക് പറയാൻ പറ്റിയ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാണി സാറിന്, അത് കേരള കോൺഗ്രസ് മാണി സാറിന് മാത്രമേ പറ്റുള്ളൂ. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ദേവ് പ്രസാദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഷയം കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അതിൽ മുഖ്യമായ ചർച്ച പാലായിൽ ആര് മത്സരിക്കും. റോഷി അഗസ്റ്റിൻ എന്ന നമ്മുടെ മന്ത്രിയുടെ ചില വാക്കുകളെ തുടർന്നായിരുന്നു ഈ ചർച്ച തുടങ്ങി വെച്ചത്. പക്ഷെ ചർച്ചയ്ക്ക് പിന്നിൽ ചില അജണ്ടകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തലത്തിൽ ഈ വാർത്തയെ മറ്റ് ചില മേഖലകളിലേക്കൊക്കെ പിടിച്ചുയർത്തി. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമോ, ഭാര്യ നിഷ മത്സരിക്കുമോ, ഇതായിരുന്നു ഒരു ചർച്ച. മറ്റൊരു തലത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസിന്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെടുന്നു, വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് എന്ന റോഷി വിഭാഗം ഉടൻ തന്നെ ആരംഭിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ മറുഭാഗത്ത്. മാധ്യമ കോക്കസുകൾ കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകൾ ആളിക്കത്തുന്നു. കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടും. ഒരു കാലഘട്ടം നിറയെ കേരള കോൺഗ്രസിനെ അടുത്ത് നിന്ന് നോക്കിക്കണ്ട അങ്ങേക്ക് എന്താണ് ഈ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം? കേരള കോൺഗ്രസ് ഉണ്ടായ കാലത്ത് തന്നെ, അതായത് 1964 കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. 65 തിരഞ്ഞെടുപ്പിൽ 25 MLA-മാരെയൊക്കെ ജയിച്ചു കേരള കോൺഗ്രസ് ഒരു വലിയ ശക്തി പ്രകടിപ്പിച്ചു. 66 വന്നപ്പോഴത്തേക്കും കേരള കോൺഗ്രസിന്റെ പിന്തുണച്ചുകൊണ്ടിരുന്ന രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് NSS, അതിൻ്റെ നേതാവ് മന്നത്ത് പത്മനാഭൻ, പിന്നെ ക്രൈസ്തവ സഭയിലെ, കത്തോലിക്ക സഭ മാത്രമല്ല, മാർത്തോമാ സഭയിലെ യോഹന്നാൻ മെത്രാപ്പൊലീത്ത ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയിലെ പാലാ ബിഷപ്പ്, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ, പാലാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ മേലിൽ, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗറിഗോറിയോസ്, എറണാകുളത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാറേക്കാട്ടിൽ, ഇവരെല്ലാം കേരള കോൺഗ്രസിൽ ലയിക്കണം, കേരള കോൺഗ്രസിന് പ്രസക്തിയില്ല എന്നുള്ളൊരു വാദം കൊണ്ടുവന്നു. അപ്പം അത് ലയിക്കുന്നതിന് തടസ്സമായിട്ട് ജയിച്ച 25 പേർക്കും സീറ്റ് കൊടുക്കും, കോൺഗ്രസ് സീറ്റ് കൊടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉള്ള പൈസ കൊടുക്കും. പിന്നെ പാർട്ടിയിൽ നല്ല പദവികൾ ജോർജ് സാറിനും അതുപോലെയുള്ള, അന്ന് മാണി സാർ ഇത്രയും വലിയ സ്ട്രോങ് അല്ല, ഇങ്ങനെയുള്ള ഓഫറുണ്ട്. എന്നാൽ ലയിക്കാൻ എല്ലാ സാഹചര്യം, അന്ന് കേരള കോൺഗ്രസ് ഉണ്ടാകുന്ന തന്നെ കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ് കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. യഥാർത്ഥ കോൺഗ്രസ് എന്നുള്ളത് വെച്ചിട്ടാണ് കേരള കോൺഗ്രസ് എന്ന് പേരിട്ട്. മറ്റേ കോൺഗ്രസ് പോയി, ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ കോൺഗ്രസിന്റെ ആശയങ്ങളും നയങ്ങളും ഒക്കെയാണ് അവർക്കുള്ളത്. അങ്ങനെ വന്നപ്പം ഇനി എന്താ ലയിക്കാതിരിക്കാൻ ഒരു കാരണം പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അന്ന് ഈ പറഞ്ഞ കേരള കോൺഗ്രസിന് ഇന്നുണ്ടെന്ന് കരുതുന്ന പോലെയുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ല എന്നാണ് ഞാൻ അത് സത്യമാണ്. അന്ന് കേട്ടിട്ടുള്ളത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും സാമ്പത്തിക ഭദ്രത ഉണ്ടോ, അതുണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ 65 തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ 25 പേര് ജയിച്ചെന്ന് പറഞ്ഞു. 25 പേരും ജയിച്ച പാർട്ടിയുടെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കുറെ പേർക്ക് പാർട്ടി സപ്പോർട്ട് കൊടുത്തതാണ്. ഇപ്പം അങ്ങനെയുള്ള അങ്കമാലിലൊക്കെ ജയിച്ച കഥാപാത്രമൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ PSP കാരനായിരുന്നു. അങ്ങനെ പലരുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പേര് പറഞ്ഞെനിക്ക്, ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതിനകത്ത് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പൊ ജോർജ് സാറിന് ഒരു സത്യസന്ധൻ എന്നുള്ള രീതിയിൽ സാമ്പത്തിക ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, എനിക്ക് അവരുടെ അടുത്ത മാണി സാറിനെ പോലെയുള്ളവർ സംസാരിച്ചതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടല്ല, നമുക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് പാലായിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഇങ്ങനെ പാലാ ബിഷപ്പ്, അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു ബിഷപ്പായിരുന്നു. സമർത്ഥൻ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ, സാമൂഹിക കാര്യങ്ങളിലൊക്കെ വളരെ അറിവുള്ള ഒരാളാണ് മാർ സെബാസ്റ്റ്യൻ മേലിൽ. അദ്ദേഹം ഇതിന് വളരെ തന്ത്രപൂർവ്വം വളരെ ആർഗ്യുമെന്റായിട്ട്, യുക്തിഭദ്രമായിട്ട് ഇങ്ങനെ കേരള കോൺഗ്രസിൽ ലയിക്കണം എന്ന് പറഞ്ഞ് ഉള്ള വാദം സമർപ്പിച്ചു. ജോർജ് സാറ്, ബാലകൃഷ്ണപിള്ള സാറ്, മാത്തച്ചൻ കുരുനാക്കുന്നൻ, ഇവരൊക്കെ ഉണ്ട് ഈ ചർച്ചയ്ക്കകത്ത്. ഇവർക്കൊന്നും മറുപടി പറയാനില്ലാതെ KM മാണി പറഞ്ഞൊരു മറുപടിയുണ്ട്. KM മാണി അന്ന് കുഞ്ഞുമാണിയാണ്.
അപ്പൊ എല്ലാവരും ഇങ്ങനെ വായിച്ചെന്ന കുഞ്ഞോനെ പറഞ്ഞു, പിതാവേ, ഈ കോൺഗ്രസിൽ വിശ്വാസമില്ലാത്ത ജനാധിപത്യ വിശ്വാസികളുണ്ട് കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമില്ലാത്ത ജനാധിപത്യ വിശ്വാസികളുണ്ട് കേരളത്തിൽ. അവർക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രസ്ഥാനം വേണം, അതാണ് കേരള കോൺഗ്രസ്. ആ ഒരു മാണിസാറിന്റെ ഒരു ആർഗ്യുമെന്റിലാണ് കേരള കോൺഗ്രസിന് ഒരു പ്രസക്തി എന്ന് പറഞ്ഞു വന്നത്. ആ പ്രസക്തി ഇന്നുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ജനാധിപത്യ വിശ്വാസികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ജനാധിപത്യ വിശ്വാസികളുണ്ട്. അവർക്കെല്ലാം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു കേരള കോൺഗ്രസിന് പ്രസക്തിയുണ്ട്, ഇന്നുമുണ്ട്. അന്ന് വയലിൽ പിതാവ് തുടർന്ന് മാണി സാറിനോട് ആ മത്സരത്തിൽ മത്സരിക്കാൻ പാലായിൽ നിശ്ചയിച്ചപ്പോൾ പിന്തുണ ഉണ്ടാവില്ല എന്ന് നേരിട്ടറിയിക്കുകയും വയലിൽ പിതാവ് മാത്രമല്ല സഭാപിതാക്കന്മാരൊക്കെ കേരള കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ അറിയിക്കുകയും ചെയ്തൊരു സംഭവം കൂടി ഇല്ല? ഉണ്ട്. അന്ന് മാണിസാറ് അത് ആത്മകഥ സ്വയമാൻ അറിയാത്ത അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മാണിസാർ ആ സംഭവം വിവരിച്ചിട്ടുണ്ട്. മാണിസാർ പറഞ്ഞത്, ആരോടും ഞാൻ മിണ്ടിയില്ല, ഞാൻ മുട്ടിൽ നിന്ന് പിതാവിന്റെ ഒരു ആശീർവാദം മാത്രം മേടിച്ചോണ്ട് ഇറങ്ങി, ഒരു അനുഗ്രഹം മാത്രം മേടിച്ചോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു, പ്രചരണം നടത്തി. അന്നത്തെ ഒരു സംഭവം, അന്നൊക്കെ ഞാൻ ഒരു കൊച്ചു, ഞാൻ ഒരു യുവാവാണ്, അല്ല യുവാവ് പോലും അല്ല, പയ്യനാണ്. അപ്പൊ അന്ന് ഈ പള്ളികളിലൊക്കെ പല അച്ഛന്മാരും പിതാവ് അന്ന് ഇങ്ങനെ കോൺഗ്രസ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഈ അച്ഛന്മാര് പ്രസംഗിച്ചിട്ടുണ്ട്, പിതാവ് അങ്ങനെ പറയും, പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് കെ മാണിക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ വിചാരിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടത് അങ്ങനെ അങ്ങനെ പല പള്ളിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിതാവ് പറയുന്നത് അച്ഛന്മാർ അതേപടി ഒന്നും അനുസരിക്കുന്ന ഒരു കാലം അന്ന് പോലും ഇല്ലായിരുന്നു, 67-ല്. തുടർന്ന് മന്നത്ത് പത്മനാഭനും ചൂട് മാറ്റി. മന്നത്ത് പത്മനാഭൻ മാറിപ്പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്നിപ്പം വെള്ളാപ്പള്ളി നടേശന് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരു പത്മഭൂഷണൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഡൽഹി കൊണ്ടുപോയി അദ്ദേഹം തിരിച്ചു വന്ന് ഈ മന്നത്ത് പത്മനാഭന്റെ ചരിത്രം നമ്മൾ പഠിച്ചത്, മന്നത്ത് പത്മനാഭൻ എപ്പോഴും NSSന്റെ പ്രയോജനം മാത്രമേ നോക്കിയിട്ടുള്ളൂ എല്ലാ കാര്യത്തിലും. അത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പായാലും ഇപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ശങ്കറും പിള്ളയും കൂടെ ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയില്ലേ, അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മന്നത്ത് പത്മനാഭൻ NSSന് എന്താണോ പ്രയോജനം, NSSന്റെ പ്രയോജനം അനുസരിച്ചാണ് ഇപ്പൊ പനമ്പള്ളി കേരളത്തിൽ മുഖ്യമന്ത്രിയായപ്പോൾ പനമ്പള്ളിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് കുമ്പളത്ത് ശങ്കുപിള്ള ഒക്കെ ഉള്ള ആൾക്കാരെതിരായിരുന്നു. പക്ഷെ ഒരു നായരല്ലേ എന്നും പറഞ്ഞ് ഈ കുമ്പളത്തിനെയൊക്കെ ശാന്തമാക്കിയത് ഇതാണ്. പിന്നീട് ഈ പനമ്പള്ളിയെ മറിച്ചിടാൻ, അതായത് അവിടെ ഒരു ചങ്ങനാശ്ശേരിയിൽ NSS, കുമ്പളത്തിന്റെ ജീവിത ആത്മകഥയിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഒരു NSS മീറ്റിംഗ് നടത്തി പാടേണ്ട വെള്ളം കൊടുക്കുന്ന പ്രശ്നം, ഈ മരാമത്ത് വകുപ്പ്, അന്ന് മരാമത്ത് വകുപ്പാണെന്ന് തോന്നുന്നു എല്ലാം ചെയ്യുന്നു, അങ്ങനെ ഉണ്ട്. അപ്പൊ ആ NSSന് ഒരു പ്രയോജനം കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ അതിനകത്ത് മന്നം പോയി. അങ്ങനെ NSSന്റെ താല്പര്യം മാത്രം നോക്കിയാണ് അദ്ദേഹം ഓരോ തീരുമാനം എടുത്തിരുന്നത്. അദ്ദേഹത്തിന് അതിനപ്പുറമുള്ള ഒരു സാമൂഹിക, ഇപ്പം വിമോചന സമരം തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ ശങ്കറുമായിട്ട് കൂടി പിന്നെ കോൺഗ്രസ് വന്നു കഴിഞ്ഞ് പിന്നെ ശങ്കരനെ വലിച്ചിടാൻ ഈ കേരള കോൺഗ്രസിന് രൂപം കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തരാം മന്നത്ത് പത്മനാഭന്. അത് കഴിഞ്ഞിട്ട് മന്നത്ത് പത്മനാഭൻ 2 വർഷം കഴിഞ്ഞ് 64-ലുണ്ടായി, 66-ല് ഇത് കോൺഗ്രസിൽ ലയിക്കണമെന്ന് പറഞ്ഞു. അതും കേരള കോൺഗ്രസ് ബുദ്ധിമുട്ടുണ്ടാക്കി. ശങ്കറിനോടുള്ള ഒരു അമർഷമായിരുന്നു. അതെ, അന്ന് ശങ്കറിനോടുള്ള അമർഷമാണ്. ശങ്കറിനോടുള്ള പി.ടി. ചാക്കോയോടുള്ള സ്നേഹം, ശങ്കറിനോടുള്ള അമർഷമായിട്ട് മാറി. ശങ്കറാണ് ചാക്കോയെ ചതിച്ചത് എന്നുള്ള അന്ന് വാസ്തവത്തില് 1957-ലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പി.ടി. ചാക്കോയാണ്. നമ്മൾ ഇന്നിപ്പോ നമ്മൾ മൊത്തത്തിൽ പറയുന്നത് എന്താ, ഒരു പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് വന്ന സതീശൻ മുഖ്യമന്ത്രി ആവുമെന്നാണ്. അത് ഇപ്പൊ തർക്കമുണ്ടെങ്കിലും നമ്മളത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകും. അങ്ങനെ കേരളത്തിൽ 2 പ്രതിപക്ഷ നേതാക്കൾക്ക് മുഖ്യമന്ത്രി ആകാതിരുന്നുള്ളൂ. ഒന്ന് ടി.വി. തോമസ്, 56-ല് പനമ്പള്ളി മന്ത്രിസഭയ്ക്ക് ടി.വി. തോമസ് ആണ് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് 57-ല് ജയിച്ചു എന്നപ്പോഴേക്കും EMSന് കൊടുത്തു. അത് ഒരു കത്തോലിക്കനായിരുന്നു. രണ്ടാമത്തത് പി.ടി. ചാക്കോയാണ്. പി.ടി. ചാക്കോ 57-ല് ഈ വിമോചന സമരത്തിനൊക്കെ കോൺഗ്രസ് എതിരായിരുന്നു. കോൺഗ്രസ് ഒരു നല്ല വിഭാഗം എതിരായിരുന്നു, പ്രത്യേകിച്ച് C.K. ഗോവിന്ദൻ നായർ എന്നൊക്കെ പറഞ്ഞുള്ള മലബാർ ലോബി അതിനെതിരായിരുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ ഈ നമ്മുടെ പനമ്പള്ളി പോലും വിമോചന സമരത്തിന് പൂർണ്ണ പിന്തുണയായിരുന്നില്ല. അതൊരു പി.ടി. ചാക്കോയുടെ നേതൃത്വത്തിലാണ് ആ സംഭവം നടന്നത്. ശങ്കർ അതിന് സപ്പോർട്ട് ചെയ്തു. മന്നത്ത് പത്മനാഭന്റെ പിന്തുണ ഉണ്ടായിരുന്നു, പി.ടി. ചാക്കോ സപ്പോർട്ട്. അതുകൊണ്ടാണ് ഈ പിന്നെ ഈ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ എന്ന് പറയാം. അതിനെ പനമ്പള്ളി പരിഹസിച്ചിട്ടുണ്ട്. ഭാരതകേസരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അതിന്റെ ബാക്കി ഞാൻ മറന്നുപോയി. അതല്ല, നമ്മള് അങ്ങനെയല്ല, ഭാരതകേസരി എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും അല്ല എന്നുള്ള ഒരു മട്ടിലൊക്കെ പനമ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ പനമ്പള്ളിക്ക് പിന്നെ മന്നത്തിനോട് അങ്ങനെ ഒരു വലിയൊരു ഇവരുടെയൊക്കെ ബന്ധങ്ങൾ അനുസരിച്ചാണ് അവർക്ക് മന്നത്ത് പത്മനാഭനെ നന്നായി ബ്രാൻഡ് ചെയ്യാൻ പി.ടി. ചാക്കോ ശ്രമിക്കുകയും ചെയ്തു. അല്ല, അന്ന് ഈ പറഞ്ഞ പോലെ ഈ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസ് ശക്തമാണെങ്കിൽ, ഇപ്പൊ ഞാൻ
പറഞ്ഞു. അന്ന് പി ടി ചാക്കോ കണ്ടെത്തിയ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മധ്യ തിരുവിതാംകൂർ ഇപ്പം സ്വാതന്ത്ര്യം മേടിച്ച പ്രസ്ഥാനമാണ്, ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിന് അന്ന് മധ്യ തിരുവിതാംകൂറിലെ നായന്മാർ, ക്രിസ്ത്യാനികൾ, ഈഴവരിലൊരു നല്ല പങ്ക്, അവരുടെ ഇടയ്ക്കൊക്കെ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ ജയിക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തോ ഇതൊരു വരേണ്യ വർഗത്തിന്റെ, ഇപ്പം പാലായിലൊക്കെ അത് സോയിമൻ അറിയാവുന്നുണ്ട്, അവിടുത്തെയൊക്കെ ഇപ്പൊ കെ എം ചാണ്ടി സാറ്, കൊട്ടുകാപ്പള്ളി, ചെറിയാങ്കാപ്പൻ, ആർ വി തോമസ് സാറ്, ഇവരൊക്കെ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വലിയ വരേണ്യവർഗം, അവരുടേതായി കോൺഗ്രസ്. ഈ ചെറിയ ആൾക്കാരുടെ കാര്യത്തിൽ ഒരു ഒരു സംഭവം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടില് ഒരു അന്നത്തെ MLA, പേരൊന്നും പറയുന്നില്ല, ഒരു MLA-യുടെ അടുത്ത്, MLA ആണോ MP ആണോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടിൽ നിന്ന് ഒരു കലുങ്ക് പണിയണം എന്ന് പറഞ്ഞുള്ള ഒരു ആവശ്യം. കലുങ്ക് എന്ന് പറഞ്ഞാൽ അറിയാമോ, ഈ വെള്ളം ഡക്ട് എന്നൊക്കെ പറയും. അത് പണിയാൻ നാട്ടുകാരി എന്ന് പറയുമ്പോൾ അയാൾ MLA എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു, ഞാൻ എന്നെ കൊല്ലപ്പണിക്കാരൻ, ഞാൻ മറ്റേ വാർക്കപ്പണിക്കാരനാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ പി ടി ചാക്കോ പറഞ്ഞു, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇതിനകത്തല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർ ജനങ്ങളുടെ പിന്തുണ നേടി. പി ടി ചാക്കോ അന്ന് അത് കണ്ടുപിടിച്ചിട്ട് അതിനാണ് ഈ ചാക്കോ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് തന്നെ. ഈ ഇടത്തരക്കാരുടെ ഇടയിലേക്ക് ഈ കോൺഗ്രസ് ഇടത്തരക്കാരെ കോൺഗ്രസ്സുകാരെ മുഴുവൻ ഒന്നിച്ചു കൂട്ടി. അവരാണ് അതേപടിയാണ് കേരള കോൺഗ്രസ് ആയി മാറിയത്. അവരുടെ ഇടയ്ക്ക് ഒരു വലിയ ബന്ധവും ഒരു സ്നേഹവും ഒരു ഐക്യവും അന്ന് ഇന്നത്തെ പോലെയുള്ള സർക്കാർ ഇടപെടലുകളില്ല. നാട്ടിലെ ആവശ്യങ്ങളൊക്കെ അവർ തന്നെ പരിഹരിക്കണം. അങ്ങനെയൊക്കെ പരിഹരിച്ചൊക്കെ വന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, കേരള കോൺഗ്രസിന്റെ പ്രസക്തി ഇന്നും ഉണ്ട്. പിന്നെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ കയ്യിലാണോ ഇപ്പൊ പാർട്ടി, അവരൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. അതൊന്നും അറിയത്തില്ലാതെ ഒരു ബുക്കിഷ് മാത്രമായിട്ടുള്ള ഒരു ഇന്നത്തെ നേതൃത്വത്തിലുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സംഘടന നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സംഘടനയുടെ ഒരു ജനറൽ ഇന്നത്തെ ഒരു ഫീൽ എന്താണെന്നറിയോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളുള്ളവരെല്ലാം കേരള കോൺഗ്രസ് ഇവർ സീറ്റ് ചോദിക്കും. ജോസഫ് ആയാലും മാണി ആയാലും സീറ്റ് ചോദിക്കുന്നത് ക്രിസ്ത്യാനികളുള്ളിടത്ത് മുഴുവൻ ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന്. ക്രിസ്ത്യാനികളുള്ളിടത്ത് ഇവർക്ക് സംഘടന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സംഘടനയുള്ള പാർട്ടിക്ക് കൊടുത്താലേ ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്രിസ്ത്യാനികളുള്ളിടത്ത് കേരള കോൺഗ്രസ്സിൽ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക്, മലബാർ ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് കേരള കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യമുണ്ട് ജനറലി. പക്ഷെ എത്രയോ പേരല്ലാത്ത പാർട്ടികളിലുണ്ട്, അല്ലാത്ത പാർട്ടികൾ. അതുകൊണ്ട് ക്രിസ്ത്യാനികളുള്ളിടത്ത് ഇവർക്ക് വേണം, ഇവർക്ക് സംഘടനാ സെറ്റ് വർക്കുമുണ്ടോ? അക്കാര്യത്തില് മാണി ഗ്രൂപ്പ് ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. കേരള കോൺഗ്രസിന്റെ തുടക്കകാല പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവത്തില് താഴേക്കടയിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു തലത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതായിരിക്കില്ലേ ഒരു പക്ഷേ ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും അപ്പുറത്തേക്ക് കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി പോലുള്ള ജില്ലകളെ ഒരു CPM-ന്റെ കടന്നുകയറ്റത്തിൽ നിന്ന് അക്കാലം മുതൽ തടഞ്ഞു നിർത്താൻ ഇടവരുത്തിയത്? അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിനേക്കാൾ ഒരു കുടുംബം പോലെയായിരുന്നു കേരള കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും VT സുഭാഷിനെ ബാബൻ ചേട്ടാ എന്നാ വിളിച്ചത്, മാധവൻ ചേട്ടാ, ഇങ്ങനെ സാറേ എന്നൊന്നുള്ള ഒരു വിളി. മാണി സാറിനെയും ജോർജ് സാറിനെയും ഒഴികെ വേറെ ആരെയും സാറേന്ന് വിളിച്ച് ഞാൻ കേരള കോൺഗ്രസിലെ നേതാക്കന്മാരെ, അപ്പം PJ ജോസഫിനാണ് ഹസ്ബൻ ചേട്ടാ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു കുടുംബ ബന്ധം പോലെയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, പക്ഷെ എന്നാലും ഒരു കുടുംബം. ജോസ് കെ മാണിയുടെ പറഞ്ഞില്ലേ PJ ജോസഫിനെ കുറിച്ച്, കേരള കോൺഗ്രസ് കുടുംബമാണ്. അത് കേരള കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമാണ്. ഇപ്പൊ PJ ജോസഫിനെ നാട്ടുകാരിട്ട് തല്ലുന്നതാണ്. ഇപ്പൊ 2 ഗ്രൂപ്പായിരിക്കും, 2 ഗ്രൂപ്പിലുള്ള ഇപ്പുറത്തെ ഗ്രൂപ്പ് കോൺഗ്രസ്സുകാർ പിന്നെ ഒതുക്കുന്ന കണ്ട അപ്പുറത്തുള്ളവർക്ക് വിഷമം വരും. അല്ല, ജോസഫ് തോക്കണമെന്നല്ലെ മാണി ജയിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ള മാണി ഗ്രൂപ്പുകാരനും ജോസഫ് ഗ്രൂപ്പുകാരനെ അങ്ങനെ പിന്നെ അനിക്കുന്ന കണ്ടാല് ഒരു കേരള കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഒരു വിഷമം വരും എന്നാ എൻ്റെ ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന കേരള കോൺഗ്രസ്സുകാരുടെ ഫീലിംഗ് അതാ. ഈ ഔസേപ്പച്ചൻ ചേട്ടൻ നന്നായിട്ട് പാട്ടുപാടുമെന്നും പറഞ്ഞ് കേരള കോൺഗ്രസ്സുകാർ ഇങ്ങനെ പിന്നെ ഞങ്ങളുടെ ഔസേപ്പച്ചൻ പാടുന്ന കേട്ടിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചൊക്കെ മാണി ഗ്രൂപ്പുകാരാണ്. ആ കേരള കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യവും പൈതൃകവും ഒക്കെ പേർന്നൊരു ചോര ഇപ്പോഴും ഉണ്ടോ? ഉള്ളവരുണ്ട്. അല്ലാതെ അതെന്നാന്ന് ചോദിച്ചാല് ആ സംസ്കാരം അറിയാവുന്ന ഒരു തലമുറ, 2ാം തലമുറ വരുമ്പോഴത്തേക്ക് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം അവരൊക്കെ പിന്നെ ആ സംസ്കാരത്തിലാണോ വളർന്നു വന്നത് എന്നുള്ളത് പോലിനെ കുറിച്ച് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മുടെ നാട്ടിൽ വളർന്നു വന്നവർക്കാണ് ഈ ഒരു സംസ്കാരം ശരിക്കും വളർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ ഇവിടുന്ന് അകന്നുപോയി
പഠിച്ചു വന്നവരുടെ ഒക്കെ കാര്യത്തിലൊക്കെ ഇതിനകത്ത് എന്തുമാത്രം ഈ സംസ്കാരം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ അവരും ഇപ്പം നന്നായിട്ടത് മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ കെ എം മാണി സാറിന്റെ ഒരു പ്രത്യേകത, മാണി സാർ എന്തിനും ഒരു ആശയ അടിത്തറ ഉണ്ടാക്കും. അന്ന് CPM-മായി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടന്നുകയറ്റങ്ങൾക്കെതിരെ ഒരു അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. എക്കണോമിക് വിഷയങ്ങൾ ഏത് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു അതെനിക്ക് സ്വയംനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മാണി സാർ ഈ അധ്വാനവർഗ സിദ്ധാന്തം ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു നമ്മുടെ ആലുവ 73 ആലുവ സമ്മേളനത്തിലാണ് സാമ്പത്തിക പ്രമേയം വരുന്നത്. അന്ന് കേരള കോൺഗ്രസ് ഇത് ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ സാഹചര്യം പറയാം. അതായത് കേരള കോൺഗ്രസിന്റെ ആദ്യ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഭയങ്കര ഇപ്പൊ കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു പ്രസ്ഥാനമായിരുന്നു കേരള കോൺഗ്രസ്. വിമോചന സമരം തൊട്ടുമുള്ള കോൺഗ്രസ് വിരുദ്ധ, അതായത് ബി.ജി. ശാഖയോട് കോൺഗ്രസ് കാണിച്ച അനീതിക്കെതിരെ ഉണ്ടായ ഒരു വികാരത്തിന്റെ മുന്നേറ്റമായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കോൺഗ്രസ് വിരുദ്ധ മുന്നേറ്റമായിരുന്നു. അതുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ മുഴുവൻ തോറ്റുപോയില്ലേ? അങ്ങനെയാണല്ലോ ജയിച്ചത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. അത് ഞാൻ പറയാല്, അതിന്റെ കാര്യം പറഞ്ഞാല്, പിന്നെ 1965 തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് ഉണ്ടായി, ഒക്ടോബറിലുണ്ടായി, മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ്. വെറുതെ പോകുന്നു. അന്ന് ജോർജ് സാറ് പിന്നെ EMS-നോട് നടത്തിയ ഒരു അഭ്യർത്ഥനയുണ്ട്. കോൺഗ്രസ് തോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, പക്ഷെ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തരികയില്ല. വളരെ സത്യസന്ധ ജോർജ് സാറിന്റെ അത് ഞാനത് വായിച്ചിട്ട് ഈയിടെ ഒരു സ്ഥലത്ത് വായിച്ചിട്ട് ഞാനത് ചിരിച്ചു. എന്തൊരു ഓഫറാണ്! അതായത് കോൺഗ്രസ് തോക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, പക്ഷെ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തരികയില്ല. അല്ല, ഞങ്ങൾക്ക് നിങ്ങളെ സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, 65 ജയിച്ചു കഴിഞ്ഞപ്പം EMS അൺകണ്ടീഷണലായിട്ട് ഓഫർ കൊടുത്ത ജോർജ് സാറിന് മുഖ്യമന്ത്രി ആയിക്കോ, ഞങ്ങൾ പുറത്തൊന്നും വിട്ടല്ലോ, ഞങ്ങൾക്ക് മന്ത്രി സ്ഥാനവും വേണ്ട, ഞങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഭരിച്ചോ ഇഷ്ടം പോലെ. ഈ മന്ത്രിസഭ ചാഴികാടന്റെ ഭാഷ പറഞ്ഞ മാമോദിശ മുങ്ങാത്ത പിള്ളേരായിട്ട് ഇഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ മന്ത്രിസഭ ഉണ്ടായിക്കോ. ഒരു കാര്യമുള്ളൂ, ജയിലിൽ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെ പിരിപ്പെടണം. അങ്ങനെ അതിപ്പോ ഇന്നത്തെ കാലത്തൊക്കെയാണ് എന്തോ ആയിരിക്കും അതിന്റെ ഒരു ഞാൻ ചിന്തിച്ചു പോകണം. ജോർജ് സാർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂടി ഒരു പരിപാടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ കുട്ടനാടൻ കർഷകരുടെ പ്രശ്നം കുട്ടനാട്ടിൽ മാത്രമല്ല. എൻ്റെ വീട് പാലായിലെ ഒരു ചെറിയ ഗ്രാമം, അവിടെ ഇഷ്ടംപോലെ വയലുള്ള, അവിടെ പോലും കമ്മ്യൂണിസ്റ്റുകാർ പ്രശ്നം ഉണ്ടാക്കി. അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിടത്തൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ തിരിച്ചടിക്കുകയാണ്, അല്ല വേറെ മാർഗമൊന്നുമില്ല. ഈ പറഞ്ഞ വയൽ പിന്നെ കൊയ്ത്ത് തടയാനായിട്ട് ഇവർ വന്നാൽ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്റെ അച്ഛനൊക്കെ കോൺഗ്രസ്സുകാരനാണ്, കേരള കോൺഗ്രസ് ആയതുകൊണ്ട് അവര് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൊയ്യാൻ പോകുന്നിടത്ത് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തവരെല്ലാം പോയി വരമ്പത്ത് പോയിരിക്കുകയാണ് ഇവര് വന്ന് ബഹളം ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പൊ അവർക്കൊന്നും ചെയ്യിക്കണം. ഇപ്പൊ എന്റെ കണ്ടം കൊയ്യുമ്പോ അടി ഉണ്ടാക്കാൻ മാർക്സിസ്റ്റുകാർ വന്നാൽ അവരെ നമ്മൾ എനിക്ക് മാത്രം പറ്റത്തില്ല. അപ്പൊ സോയിമാനും കൂടെ വരണം. സോയിമാൻ വരണമെങ്കിൽ സോയിമാന്റെ ഘട്ടത്തിൽ വരുമ്പോ ഞാനും അങ്ങോട്ട് വരണം. അപ്പൊ അതുകൊണ്ട് ഒരു അനിവാര്യതയായി ഈ ഐക്യം. ആ ഐക്യം അനിവാര്യതയുണ്ട്. അത് നിലനിർത്തും. ബാങ്ക് തെരഞ്ഞെടുപ്പിലായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും ഇവിടെ വന്നാലും നമ്മളൊന്നും ചെയ്യണം. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ മാണി സാറ് പിന്നെ 14 തവണ അലായിന്ന് ജയിച്ചിട്ടുണ്ട്. ആ ജയിച്ചത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്ന കേരള കോൺഗ്രസ്സുകാരുടെ മാത്രം വോട്ട് ഉണ്ടാകുന്ന. ബാക്കിയുള്ള പാലായി 2 രാഷ്ട്രീയമാണ് ഞാൻ മനസ്സിലായി. ഒന്ന് മാണി, 2 മാണി വിരുദ്ധർക്ക് പല പേരുണ്ട്. കോൺഗ്രസ്, CPM, CPI, പിന്നെ ജനതാ പാർട്ടി വല്ലൊരു വോട്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ BJP അങ്ങനെയൊക്കെ ഉണ്ട്. അവരെല്ലാം ഒറ്റ കാര്യത്തിലുള്ള പിന്നെ അവർ മാണി വിരുദ്ധരാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാണിയുടെ ആൾക്കാർ ഒന്നും ചെയ്യും. പിന്നെ ഇത് ഇല്ലാത്ത കുറെ, അതാണ് ഞാൻ പറഞ്ഞത് നിഷ്പക്ഷരെന്ന് പറയുന്നത്. പിന്നെ ഈ പള്ളി എന്ന് പറയുന്നതൊക്കെ അങ്ങനെയൊക്കെ കേട്ടുള്ള കുറച്ച് പേരുണ്ട്, അവരും കൂടെ കിട്ടും. അങ്ങനെ മാണി സാറ് ജയിച്ചിട്ടുള്ളതെന്ന് എനിക്കൊന്ന്. ഇപ്പം എവിടെയെങ്കിലും ഒക്കെ തോറ്റു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ മാണി സാറിന്റെ കൂടെ ഒന്ന് പലരും വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം വലിയ അധികാരമായി മറ്റേതായി സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പല കാര്യം ഒരുത്തും പോയാലും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സോയിമോന് കൊയ്യാനില്ല, എനിക്ക് കൊയ്യാനുണ്ട്. സോയിമോൻ പിന്നെ കൊയ്യണൊക്കെ പ്രസാദിന്റെ കല്ലത്തിൽ കൊയ്യണൊക്കെ പോയിട്ടെന്ന് പറഞ്ഞ് സോയിമന്മാരേക്കും. അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ കമ്മ്യൂണിറ്റിയിലും വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കുന്നു. കാരണം അത് നമ്മുടെ പഴയ അഗ്രികൾച്ചറൽ ആ ഒരു സംസ്കാരം മാറുക. കാരണം ഇന്നിപ്പോ റബ്ബർ പോലും പിന്നെ റബ്ബർ അത് ഒരു സ്വാർത്ഥ കർഷകനാക്കിയത്. എന്റെ തോട്ടം ഞാൻ വെട്ടിയാൽ മതി, അല്ല ഒരു പണിക്കാരനെ വെച്ച് വെട്ടിച്ചാൽ മതി, വേറെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. പണ്ടങ്ങനെയല്ല, കപ്പ
കപ്പ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കപ്പ മാട്ടണമെങ്കിൽ നമ്മളെ വലിയൊരു കൊണ്ടൊന്നും പറ്റിയല്ല, അതെ ഒരു വീട്ടുകാരനെ കൊണ്ട് പറ്റിയല്ല, നാട്ടുകാരെല്ലാം വരണം. അപ്പൊ നമ്മൾ വളർന്നു വന്നതനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു ഐക്യം ആൾക്കാരുടെ ഇടയ്ക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഈ അതിന്റെ മാണി വിരുദ്ധതയുടെ ഒരു കാരണം എന്താണ്? മാണി വരുത്തയുടെ കാരണം അതിപ്പോ എവിടെയായാലും ഇപ്പൊ ഞാൻ പിണറായി വരുത്തയുടെ കാരണം എന്താ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വരുത്തയുടെ കാരണം എന്താ? ഒരുത്തൻ മിടുക്കനാണെങ്കിൽ അവനെ തോപ്പിക്കാൻ ഒരു മാർഗമില്ല. അസൂയ. അസൂയാണ്. അവനെ തോപ്പിക്കാൻ ഒരു മാർഗമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കും, മാണി സാറിനെ തോപ്പിക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ എന്തെല്ലാം രീതിയിൽ നടത്തിയിട്ടുണ്ട്. കൂട്ടുകൂടി സഹായിച്ചിട്ടുണ്ട്, എതിർത്ത് നിന്ന് സഹായിച്ചിട്ടുണ്ട്, അരമന മീറ്റിംഗ് വിളിച്ചിട്ട് സാറിന്റെ ഇലക്ഷൻ ഒരാവശ്യമില്ല. അന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് കൂടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ സാർ അവിടെ ജയിക്കും. കാരണം ഈ പിതാവ് തള്ളി പറഞ്ഞ MM ജേക്കബ് മത്സരിച്ച മത്സരമാണ് 367 വോട്ടിൽ ജയിച്ചതാണ് സാറിന്റെ ഏറ്റവും വലിയ ക്രൈസിസ് വന്ന ഇലക്ഷൻ. പക്ഷെ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോ പിതാവ് അംഗീകരിച്ചു. അതെ, അത് പിതാവിനെ അംഗീകരിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 72 ഈ കോളേജ് സമരം എല്ലാം വന്നത്. കോളേജ് സമരം വന്നപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് ഒന്നുമില്ല. കോളേജ് ആന്റണി കോളേജ് മുഴുവൻ പിടിച്ചെടുത്ത് ദേശവൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അന്ന് നമ്മൾ ഇന്ന് ഈ പറയുന്ന നമ്മൾ 70കളിലെ ചരിത്രം പഠിക്കണം. 70ലെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കോൺഗ്രസ് ഒക്കെ ന്യൂനപക്ഷാവകാശം ഇല്ലാതാക്കണം, വിദ്യാഭ്യാസാവകാശം ഇല്ലാതാക്കണം. KC ജോസഫ്, പിന്നെ ഉമ്മൻചാണ്ടി, പിന്നെ സുധീരൻ, ഇവരെല്ലാം തെരുവഞ്ചേരി, ഇവരെല്ലാം ഈ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ആന്റണി പിന്നെ സഭയുടെ ഒരു എതിരായിരുന്നല്ലോ. അപ്പൊ അന്ന് സഭയ്ക്കൊപ്പം നിൽക്കാൻ കേരളയെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബിഷപ്പുമാർക്ക് എല്ലാം പിന്നെ ഒരു അങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടായതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ട്രാവൻകൂർ ഒതുങ്ങിപ്പോയ എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സെൻട്രൽ ട്രാവൻകൂർ ഒഴുങ്ങിപ്പോയ എൻ്റെ തന്നെ 76 കേരള കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പറ്റി. 69 അധികാരത്തിൽ വന്നതോടെ അധികാരം അങ്ങോട്ട് പിന്നെ എങ്ങനെ അധികാരത്തിൽ എങ്ങനെ മന്ത്രിസ്ഥാനം എങ്ങനെ തുടരണം എന്നുള്ള ചിന്ത, പാർട്ടി വളർത്തുക എന്നുള്ള ഒരു ചിന്ത, പിന്നെ അങ്ങോട്ട് പിന്നെ ഉള്ളവരെ നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ചിന്തയിലപ്പുറം പാർട്ടി വളർത്തുക എന്നുള്ള ഒരു ചിന്തയോ അല്ലെ പാർട്ടി പ്രവർത്തനങ്ങളോ അപ്പുറത്തോട്ട് പോയി. നേരെ മറിച്ച് ഞാൻ ചോദിക്കട്ടെ, മാണി സാർ അന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ ആൾക്കാർക്ക് ഉള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഈ ക്രിസ്ത്യൻ ഇതൊന്നുമില്ല. നായന്മാരും കേരള കോൺഗ്രസിന്റെ ആദ്യത്തെ 15 പേരിൽ 9 പേര് കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളല്ല, 6 പേരോ മറ്റേ ക്രിസ്ത്യാനികളുള്ളൂ. പിന്നെ 25 പേര് ജയിക്കുമ്പോഴും മുഴുവൻ പേരും ഒരു എന്റെ ഫിഗേഴ്സ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. അത് ഭൂരിഭാഗം ക്രിസ്ത്യാനികളല്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇമേജ് ഉണ്ടാക്കിയതുപോലെ കേരള കോൺഗ്രസ് നടക്കാനാണ്. കേരള കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടി, DMK ഒക്കെ പോലെ ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് കേരളം മുഴുവൻ വന്നിരുന്നെങ്കിൽ അതിനെ തടഞ്ഞതാണ് 69 അധികാരം. അത് കഴിഞ്ഞപ്പോൾ മാണിസാറും ജോർജ് സാറും തമ്മിൽ വഴക്കായി, ഔസേപ്പച്ചൻ ചേട്ടനും മാണിസാറും തമ്മിൽ വഴക്കായി. അങ്ങനെ വഴക്കായി ഇവർക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ, പിടിച്ചു വലിച്ചിട്ട്. ഒരു കാലത്ത് ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ സഭ പിന്നീട് ഈ പാർട്ടിയുടെ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുന്നു. അങ്ങനെ സഭയുടെ ഒരു കുഞ്ഞാടായിട്ട് അതെനിക്ക് തോന്നുന്നത് പത്രക്കാരുണ്ടാക്കുന്ന ഒരു ഇമേജ് ആണെന്ന്. മാണിസാറിന്റെ കാലത്ത് മാണിസാർ പിതാക്കന്മാരെ എല്ലാം അനുസരിക്കുമായിരുന്നു, അല്ല വിളിച്ചാൽ വർദ്ധാനമൊക്കെ തീരുമാനം എടുക്കുന്ന മാണിസാറായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പറയുന്നൊക്കെ കേൾക്കും. ഇപ്പൊ സോയിമാൻ ഒരു സ്ഥാനാർത്ഥിയാക്കണമെന്ന് നമ്മള് അതെ ഒന്ന് ആക്കാം, സോയിമാൻ നിലപെടുക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ രതീഷിനെ ആയിരിക്കും ആക്കുന്നത് മാണിസാറ്. എനിക്കറിയാവുന്ന ചില കണ്ടിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാര് പറഞ്ഞതും പിന്നെ മാണിസാർ എടുത്ത തീരുമാനം. മാണിസാർ പിതാക്കന്മാർ പറയുന്ന എല്ലാം കേൾക്കും. പിന്നെ മാണിസാറ് ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഈ ബേബി വിദ്യാഭ്യാസ മന്ത്രിസഭയുടെ കാലത്ത് മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞൊരു പാഠപുസ്തകം ഉണ്ട്. അന്ന് മാണിസാറ് ആദ്യത്തെ നിയമസഭയില്, അത് കഴിഞ്ഞ് സഭ കൂടി ആദ്യത്തെ നിയമസഭയില് മാണിസാർ അതിനെ സംബന്ധിച്ച് സബ്മിഷൻ ഉന്നയിച്ച അടിയന്തര പ്രമേയം പോലെ ആയിപ്പോയത്. ഒരു ഭയങ്കര ചർച്ച. അന്ന് മാണിസാർ എന്തുമാത്രം പ്രിപ്പറേഷൻ നടത്തും. എന്നോട് അതിന്റെ തലേദിവസം രാത്രി വിളിച്ചു പറഞ്ഞു, എനിക്ക് ആ പുസ്തകം വേണം, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് വേണം. ഞാനിവിടെ ചെന്ന ഈ പുസ്തകം ഈ മതമില്ലാതെ ഞാൻ പിന്നെ ഒരു അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് വരച്ച് കൊടുക്കുകയായിരുന്നു. അപ്പൊ അത്ര പ്രിപ്പയർ. അത് പുള്ളി ചെയ്തത് മെത്രാന്മാർക്ക് വേണ്ടിയല്ല, അത് പുള്ളി ചെയ്തത് പുള്ളിയുടെ കാഴ്ചപ്പാടാണ്. അത് മെത്രാന്മാർക്ക് ഇഷ്ടമായി. മെത്രാന്മാരുടെ ഇഷ്ടം നോക്കിയല്ല പുള്ളി പറയും. പുള്ളിക്ക് കേരള കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്, ആ നിലപാടനുസരിച്ചത്. പിന്നെ അത് മെത്രാന്മാർക്ക് വേണ്ടിയാന്ന് കുറെ പേര് പറഞ്ഞു. ഉടനെ മെത്രാന്മാർക്ക് വേണ്ടി അല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു നിലപാടെ മാണിസാർ എടുത്തിട്ടുള്ളതെന്ന് എനിക്ക്. മാണിസാറിന്റെ തീരുമാനങ്ങളൊന്നും അരമനയിലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. മാണിസാറിന്റെ തീരുമാനങ്ങളൊക്കെ മാണിസാർ ഏത് പിതാവ് വിളിച്ചാലും പിതാവിനെ കാണുമ്പോൾ കൈമുത്തും ബഹുമാനം കാണിക്കുകയും ഒക്കെ ചെയ്യും. അത് പുള്ളി ബിക്കോസ് ഈ റെസ്പെക്ട്സ് ദം, അവരെ ബഹുമാനിക്കുന്നു. അതിനപ്പുറം രാഷ്ട്രീയ കാര്യം വാസ്തവത്തിൽ ഇനിയും സഭയും സമുദായവും നന്നാണെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ ആത്മായ നേതൃത്വത്തിന് സഭ കൊടുക്കണം.
ഈ അവര് ഓരോ അരമനയിൽ ബിഷപ്പ് ഹൗസ് ഇരുന്ന് എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവർ അവിടെ കൂടി ഇരുന്ന് കാലത്ത് നടന്ന് ചർച്ചയിൽ വരുന്ന ഒരു തീരുമാനം അല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രായോഗികം അതിനകത്ത് ഇൻവെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ എന്ത് തീരുമാനങ്ങളാണ് അതിന് നല്ലതെന്ന്. അപ്പൊ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു 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 പ്രസക്തിയിൽ ഈ ഇപ്പം പിന്നെ ശോഭിമൻ ചോദിച്ചതിലേക്ക് വന്ന മാണി ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഒരു അടിസ്ഥാനപര തീരുമാനം. പിന്നെ നമ്മളൊന്ന് ഓർത്ത് ഇത് സ്വയം ചിന്തിച്ചു നോക്കിയാൽ എല്ലാം അറിയാവുന്ന ആളാണല്ലോ. ഈ കേരള കോൺഗ്രസിൽ ഏത് ഗ്രൂപ്പ് ഉണ്ടാവും 2 വർഷമായിട്ട് കൂടാതെ പോയത്? ജോസഫ് കൂടിയതല്ലേ, ബാലകൃഷ്ണനുള്ള കൂടിയല്ലേ? ബാലകൃഷ്ണനുള്ള ഇപ്പോഴും അതിനകത്താണല്ലോ. അതാണല്ലോ പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പ്. ടി എൻ ജേക്കബിന്റെ കൂടിയതല്ലേന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം പറഞ്ഞാൽ ടി എൻ ജേക്കബ് ഡിക്കിനകത്ത് ചേർന്നായിരുന്നു, അറിയാമോ? ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ്. അന്ന് ആ ഡിക്ക് കമ്മ്യൂണിസ്റ്റ് CPI കാരണം, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് CPI കൂടെയുള്ള മുന്നണി വരും ഇവിടെ. അങ്ങനെ ആ മുന്നണി വന്നിരുന്നെങ്കിലുണ്ടല്ലോ ഇന്നത്തെ CPI ഒന്നും കാണുകയല്ല, ഈ കോൺഗ്രസ് ഒന്നും പോലെ കാണുകയല്ല. കരുണാകരനെ അടിച്ച് നിരപ്പാക്കി കളഞ്ഞത് അതിനകത്തെ ചതിയാണ്. അത് VS-ഉം CPI-യും കൂടെ ചെയ്തതാണ്. അല്ലെങ്കിൽ കരുണാകരനും പിന്നെ കരുണാകരന്റെ ഡിക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഒരു 80% കോൺഗ്രസ്സുകാരും അവരോട് പോയി അധികാരത്തിൽ വരുമ്പോൾ. കരുണാകരനെ അപ്പോൾ ചതിച്ചത് ഇടതുപക്ഷം തന്നെയാണ്, CPI ആണ്. ഇടതുപക്ഷം അത് എനിക്കൊന്ന് പിണറായി നിസ്സഹായനായി പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിണറായിക്കൊക്കെ പിണറായി അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഇവിടെ തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ എന്ന് പിണറായിക്കായിരുന്നു. CPI അവർ ചതിച്ചതല്ല, CPI-യുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ്. ഇവരോട് വന്നു കഴിഞ്ഞാൽ പിന്നെ CPI-ക്ക് പ്രസക്തിയില്ല ഇടതു മുന്നണിയില്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നാൽ പിന്നെ CPI എന്തിനാ അവിടെ? CPI-ക്ക് 3 സീറ്റ് കൊടുത്താൽ അത് മേടിച്ചോണ്ട് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ അപ്പുറത്ത് പിന്നെ ഒരു ബദലുണ്ടാക്കാൻ പറ്റിയല്ല ഒരു സാഹചര്യം വന്നാലും. ഇപ്പം എല്ലാവരും കൂടെ കൂടിയ അപ്പൊ അങ്ങനെ ഒരു 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 സാഹചര്യം വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും ഇടതുപക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവർ ഒരു കൂട്ടരും ഇപ്പം ഒരു ജോസഫ് കൂടുമ്പോൾ മാനസാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ജോസഫ് ഇടതുപക്ഷത്ത് പോയപ്പം നിരീശ്വരവാദിയാണെന്ന് മാനസാർ പറഞ്ഞു. അവർക്ക് അല്ലാതെ മാനസാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? മാനസാറിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു കുടുംബത്ത് സമാധാനമായിട്ട് കഴിയാൻ പറ്റുക, അല്ലെങ്കിൽ സഹോദരന്മാർ 2 കുടുംബത്ത് സമാധാനമായിട്ട് കഴിയണം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടേണ്ട കാര്യമൊന്നുമില്ല. അവൻ മോശം, അവൻ ചീത്ത, അവന്റെ അത് രാഷ്ട്രീയം പറയാം. ഇപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനത്തെ ഈ 69-ൽ ഈ കോൺഗ്രസിന്റെ ഒരു കൂട്ടിക്കെട്ടിയപ്പം പോലെ കേരള കോൺഗ്രസ് വളരെ മുരടിച്ചു പോയി. ഈ മാണി വിരുദ്ധത ഇപ്പോഴും പാലാ മണ്ഡലത്തിൽ മണ്ഡലത്തിലല്ല, കേരള കോൺഗ്രസ് പ്രധാന കക്ഷിയായിരിക്കുന്ന എല്ലാ മണ്ഡലത്തിലുണ്ട്, കടുത്തിരുത്തിയിലുണ്ട്. എല്ലാ കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക്. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ കേരള കോൺഗ്രസ് ഒറ്റ കക്ഷി എന്നുള്ള രീതി ഇപ്പൊ പല മണ്ഡലം ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് മാണിയാണ് ഏറ്റവും ഇപ്പൊ എല്ലാ കക്ഷികളും കൂടെ വന്ന് കേരള കോൺഗ്രസ് മാണിയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. അവരെല്ലാം അവരവർക്ക് തന്നെ വോട്ട് ചെയ്യണം. അങ്ങോട്ട് മാറി മറ്റൊരു ഇവൻ ജയിക്കല്ലോ അങ്ങനെ തോറ്റു. അങ്ങനെയുള്ളിടത്തെല്ലാം മാണി ഗ്രൂപ്പ് പ്രധാന ശത്രു. എന്നാന്ന് ചോദിച്ചാൽ സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാണി ഗ്രൂപ്പാണ് പ്രധാനം. അവരെ തോപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ ലക്ഷ്യം. കാരണം ജയിക്കത്തില്ല. അങ്ങനെ വരുമ്പോ ശത്രുത ഉണ്ടാവും. ആ ശത്രുത ആ ശത്രുത ഇപ്പോഴും ഉണ്ട്. കാര്യം CPM-ഉം CPI ഒക്കെ ആയിട്ട് കേരള കോൺഗ്രസ് ഇടതുമുന്നണി ഉണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ തവണ ജോസ് കെ മാണി തോറ്റുവാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊന്നും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പഴയ ബാന്ധവങ്ങളൊന്നും വിച്ഛേദിക്കാനുള്ള സമയമായിട്ടില്ല. അല്ല, ബാന്ധവങ്ങൾ വിശ്വസിക്കാൻ സമയമായിട്ടില്ലെന്നല്ല, ഇവരെ അങ്ങ് ഉൾക്കൊള്ളാൻ ഇതന്നെ അണികൾ ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യണമെന്ന് ഇവര് നോക്കണം. അതായത് ഇപ്പം ജോസ് കെ മാണിയും പിണറായിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാനും പിന്നെ അവിടുത്തെ വയലായിലെ മണിയനും തമ്മിൽ ഇതുവരെ ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല. മണിയനും ഞാനും കൂടെ ഒരു ഈക്വൽ ടൈംസ് ഞങ്ങൾ സംസാരിക്കത്തില്ല. ഞാനാ വലിയ പാർട്ടി ഞാൻ കേരള കുറച്ച് വരെ പറയും. അല്ല, മണിയൻ അയാളെ പാട്ടിന് പോട്ടെന്ന് പറയും. ഇന്നിപ്പോ ആരുടെയും പിന്നെ പാട്ടപ്പറമ്പിൽ കിടക്കുന്ന പഴയ ഒരു ഭാഷ ഉപയോഗിക്കുക. പാട്ടപ്പറമ്പിൽ കിടക്കുന്നവരല്ല, എല്ലാവരും ഡിപെൻഡന്റ് ആണ്. ആ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ എന്തുമാത്രം വിജയിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഐക്യം കേരള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉണ്ടായിരുന്നു 1975 അടിയന്തരാവസ്ഥ കാലത്ത്. അന്ന് കേരള കോൺഗ്രസും ഇതും കൂടെ CPM-ആയിട്ട് ഒന്നിച്ച് സമരങ്ങൾ നടത്തുകയും പ്രസ്താവനകൾ നടത്തുകയും അപ്പൊ എല്ലാവരും ഒന്നിച്ച് അന്ന് പിന്നെ ഈ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ആയതുകൊണ്ട് വളരെ എളുപ്പമുണ്ടായിരുന്നു. അതിനുള്ള അത്തരം ഒരു സാഹചര്യം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നാണ് എന്റെ ഭയം. പക്ഷെ പിന്നീട് ഇടതുപക്ഷത്തിന്റെ പിന്നീട് പോയി അതുകൊണ്ട് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തല്ലേ മന്ത്രിസഭയിലാക്കി. കേരള കോൺഗ്രസ് ഇപ്പുറത്ത് നിന്ന് പറ്റിയതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി മന്ത്രിസഭ കയറ്റിയപ്പോ അതിന്റെ ഒരു സുഖം അനുഭവിച്ചു പോയി. അതെ, മന്ത്രിയായി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അനുഭവിച്ചു കഴിയുമ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെയെങ്കിലും പദവി എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം എന്നുള്ള
ഒരു ഇത് വന്നു. അതിനകത്തും പിന്നെ ഈ ആൾക്കാരെ മറക്കാതെ ചെയ്തിരിക്കുന്ന ഇവരെ ഈ കേരള കോൺഗ്രസിന്റെ മന്ത്രിമാരെല്ലാം തന്നെ ഈ അവരുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം പിന്നെ പിന്നെ ജയിക്കുന്നത്. ഈ കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന മേഖലകള് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരദൂഷണം നടക്കുന്ന ഒരു മേഖല. ഈ ജോസ് കെ മാണിക്കെതിരെ എത്രയെത്ര കഥകൾ, ആ കഥകളുടെ പിന്നിൽ അത് ജോസ് കെ മാണിക്കെതിരെ ഉള്ളതെന്ന് ഞാൻ തോന്നുന്നു. എനിക്കൊന്ന് വേറെ ഒരു കേരള കോൺഗ്രസ് നേതാവിനെതിരെ ഇങ്ങനെ ഇത്രയും പരദൂഷണങ്ങൾ അത് വന്നിട്ടുണ്ട്. കട്ടക്ക് നിന്ന് മറുപടി പറയാത്തോണ്ടാണോ? ഏതാ ഈ അല്ല ഷോൺ ജോർജ് അല്ല, പണ്ടൊരിക്കൽ ഞാൻ പോലെ എല്ലാവർക്കും ഒരുപോലെ പറ്റിയല്ല. ഇപ്പം പിന്നെ ചിലർക്ക് ചുമ്മാ തെറി പറയാൻ പറ്റും. അത് ഇപ്പൊ അത് ഓരോരുത്തരുടെ നേച്ചറാണ്. ജോസ് കെ മാണി ഇപ്പൊ ജോസ് കെ മാണി ഞാൻ വല്ലതും പറഞ്ഞത് അദ്ദേഹത്തെ വലിയ ആളാക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടാവില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ മാന്യനാണ്. അതെ അങ്ങനെ ചെറിയ ഒന്നും പറയില്ല. പക്ഷെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് എന്റെ വിശ്വാസം. പക്ഷെ അതുകൊണ്ട് ഒരു കഴിവില്ലാത്തവൻ എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നില്ല. കഴിവില്ലാത്ത അതിപ്പോ ഞാൻ പറഞ്ഞു അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. കഴിവില്ലാത്തവൻ എന്നുള്ള അങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് പുള്ളി. അദ്ദേഹം അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേ ഫിഗേഴ്സ് വെച്ച് ഉത്തരം പറയുന്നുണ്ട്. പാലായിൽ അദ്ദേഹം എന്ത് ചെയ്തു, അല്ലെങ്കിൽ കോട്ടയം MP ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതിനൊക്കെ കുറിച്ച് അതേ ഫിഗേഴ്സ് വെച്ച് മറുപടി അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ വേറെ ചില സംശയം അങ്ങനത്തെ ഒരു ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാറുണ്ട്. ചില രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ അതായത് ഇത്തവണ പിന്നെ റോഷി കേരള കോൺഗ്രസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പുള്ളി പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് ഞങ്ങളിത് എടുക്കുന്ന തീരുമാനം ഞങ്ങൾ നടത്തിയിരിക്കും. റോഷി പറഞ്ഞ ഞാൻ പറഞ്ഞ വാഹനങ്ങളാണ് അന്ന് നല്ല ഞാനത് ജോമനോട് പറയുകയും ചെയ്തു. അല്ലെ കഴിഞ്ഞ ദിവസം നിഷ സ്ഥാനാർത്ഥിയാകുമോ എന്ന് തുടരെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഇത് നിഷേധിച്ച് മടുത്തു, നിങ്ങൾ ഇഷ്ടമുള്ള എഴുതിക്കോളാം. അല്ല അതിപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പത്രക്കാർക്ക് നിഷ മന്ത്രിയാവുന്ന എഴുതുന്നതിനിപ്പം എനിക്ക് പോലും ഞാൻ പറഞ്ഞു എനിക്ക് നിഷ മത്സരിച്ചാൽ നല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അത് വേറെ നിഷയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല. പാലായിൽ ഞാൻ പറയുന്ന പാലായിൽ ഒരു സ്ഥാനാർത്ഥി വാണി കുടുംബത്തിൽ നിന്നല്ല വന്ന കേരള കോൺഗ്രസിൽ ഒത്തിരി നേതാക്കന്മാരുണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ജോസ് ടോമിനെ വന്നപ്പോഴും ഒരു പ്രശ്നം അതായിരുന്നു. 5000 വോട്ടിനാ തോറ്റുപോയി. ആ തോറ്റുപോയത് എന്തുകൊണ്ടാണ്? കേരള കോൺഗ്രസിലെ എല്ലാ കൊച്ചു നേതാക്കന്മാരും സഹായിക്കാത്തതുകൊണ്ടാണ്. അല്ലേ ജയിച്ചത്? ഇപ്പം ജോസഫ് 10 വോട്ട് കൊടുക്കാത്തതുകൊണ്ടൊന്നും അല്ല അവർ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ജയിച്ചേനെന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാനത് ജോസ് കെ മാണിയോട് പറഞ്ഞിട്ടുമുണ്ട്. അല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും ബെറ്റർ എന്ന്. ഞാൻ ഈ ന്യായം വന്ന് ജോസ് കെ മാണി എന്നോട് ചോദിച്ചതാണ്. അതായത് ഇങ്ങനെ പിന്നെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അന്നേരപ്പത്തേക്ക് അന്ന് ജോസ് കെ മാണി നിഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നെല്ലാം അന്ന് മാണി ഗ്രൂപ്പ് പിളർന്നിട്ടില്ലല്ലോ, പിളർപ്പിന്റെ മറ്റ് ജോസഫിന്റെ ആൾക്കാര് പറഞ്ഞുകൊണ്ട് നടന്ന കാരണം പെൺപുള്ളിക്ക് എനിക്കൊന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്താ കൊടുക്കാഞ്ഞെന്ന്. പിന്നെ ജോസ് ടോം അർഹതപ്പെട്ട ഒരാളാണ്. ജോസ് ടോം 1979 കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയതാണ്. അയാൾ കുറച്ച് കേരള കോൺഗ്രസ് മാണി സാറിന്റെ കൂടെ വന്നിട്ടുള്ള ഒരാളാണ്. ജോസ് ടോമിന് അർഹതക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഈ ജോസ് ടോമിനെ എല്ലാവരും അതുപോലെ അംഗീകരിച്ചോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അല്ല, ചിലരൊക്കെ ചോദിക്കുന്നത് ഈ നിഷയ്ക്ക് വീട്ടമ്മയായി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ, എന്തിനാണ് ഈ പൊതുരംഗത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. ഈ വനിത എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ. ഇതിപ്പോ ഞാൻ ഏതെങ്കിലും വീട്ടിലെ പെണ്ണുങ്ങൾ ഇപ്പം നമ്മളൊക്കെ കുടുംബം ഒക്കെ ഉള്ള ഞാനൊക്കെ പിന്നെ ഒരു വയസ്സിന് പെട്ടെന്ന് മുടിയൊക്കെ ധരിച്ചല്ലോ. എന്റെ ഭാര്യക്ക് പോലും അങ്ങനെ വല്ല ഒരു സോഷ്യൽ വർക്കിന് നമ്മളെന്താ അതൊക്കെ എങ്ങനെ ചോദിക്കുന്നത്? അവര് ക്യാൻസർ, അവരുണ്ട് ഡൈവിങ്, ഇതിനൊക്കെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയത്തില്ല. എനിക്കൊരു പ്രശ്നമല്ല. അവർ ഡൈവ് ചെയ്യുന്നു. അവർ പത്രക്കാരെടുത്ത് കൊടുക്കാനും നമ്മളെ ചെയ്യുന്ന അവർ ക്യാൻസറിന് മുടി വെട്ടി കൊടുക്കുന്നതിന് പത്രക്കാരെടുത്തിരുന്നു. അതിനെന്തിനും ജോസ് കെ മാണി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അസ്വസ്ഥപ്പെടുന്നത് അല്ലെ? കേരള കോൺഗ്രസിൽ ആരും മത്സരിക്കണമെന്നുള്ളത് ജോസ് കെ മാണിയും ജോസ് കെ മാണി പിന്നെ പുറമേ പറയുന്നല്ല, അതേ ഒരു മാണി സാറിനെ പോലെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പാർട്ടിയിൽ ഭൂരിപക്ഷം അനുസരിച്ചുള്ള തീരുമാനം എടുത്തു പോകുന്ന ഒരു നേതാവാണ്. സ്വയം അറിയാമായിരിക്കും. അപ്പൊ പുള്ളി ഭൂരിപക്ഷം എന്താണെന്ന് എല്ലാവരോടും അഭിപ്രായം ചോദിക്കും. പിന്നെ പുള്ളിയുടെ ഒരു അഭിപ്രായം പുള്ളി ആദ്യം പറയല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ചിലർക്ക് വിഷമമുണ്ട്. ചെയർമാന്റെ മനസ്സിരിക്കുന്നതിനന്ന് അറിഞ്ഞ അഭിപ്രായം പറയാനുള്ളവർക്ക് അറിയത്തില്ല. കാരണം ജോസ് മോൻ എന്നെ ഉദ്ദേശിക്കുന്നത് പുള്ളി പറയത്തില്ല. പക്ഷെ എല്ലാവരുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ട് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോട് കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം. ഇപ്പൊ ഈ തവണ ഇടതുമുന്നണി വിടണമെന്നുള്ളത് സംബന്ധിച്ച് 2 തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഇടതുമുന്നണി വിടണമെന്ന് അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു, വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം ഉള്ളവരുണ്ടായിരുന്നു. വാസവനും അല്ലെങ്കിൽ വാസവനെ പോലെയുള്ളൊരു കേരള കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തുറന്ന് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷെ അത് അവിടെ എല്ലാ അഭിപ്രായം കേട്ടിട്ട് അന്ന് ഭൂരിപക്ഷം ഇടതുപക്ഷം നിൽക്കണമെന്ന്. ഈ ഇടതുപക്ഷം നിൽക്കേണ്ടെന്ന് ഇപ്പൊ പ്രചരണം ഉണ്ടാക്കുന്ന പോലും
കുറെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇടത് CPM കേരള കോൺഗ്രസ് അണികൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു വിശ്വാസം നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് എൻ്റെ വിശ്വാസം. ജോസ് കെ മാണിയെ തോപ്പിക്കാനുള്ള ഏറ്റവും നല്ല മത്സരിക്കുകയാണെങ്കിൽ, എനിക്കറിയത്തില്ല കാര്യം മത്സരിക്കും, തോപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആ അണികളുടെ എന്തെങ്കിലും 10 വോട്ടോട് കിട്ടുമെങ്കിൽ ആ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഒരു സംശയം ഇവര് ഇനി ജോസ് കെ മാണി ഇങ്ങനെ പോകാനാണോ മറ്റാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസിന് പ്രസക്തി ഇന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ ഇനിയും ആ പ്രസക്തി വർദ്ധിച്ചു വരുമെന്ന് എന്റെ വിശ്വാസം. ഈ കേരള കോൺഗ്രസിന്റെ പൈതൃകം കൂടുതൽ അവകാശപ്പെടാൻ ആർക്കാണ് യോഗ്യത? PJ ജോസഫ് വിഭാഗത്തിനാണോ മാണി വിഭാഗത്തിനാണോ? എന്റെ ഒരു അഭിപ്രായം മാണി വിഭാഗത്തിനാണെന്നാണ്. അതിപ്പോ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വഴക്ക് കൂടുന്ന ഇപ്പം ഈ പറഞ്ഞ രണ്ടുപേരും ഇപ്പൊ ഈ പറഞ്ഞ രണ്ടാം തലമുറയാണ്. PJ ജോസഫ് അടക്കം ആദ്യത്തെ തലമുറപ്പെട്ടതല്ല. PJ ജോസഫ് 1970-ലാണ്. അല്ല, അത് ഞാൻ എനിക്ക് അതിനകത്തൊക്കെ ഉള്ളൊരു ഇപ്പം ഈ ജോസ് കെ മാണി വരുമ്പം എതിർക്കുന്നവർ ആരും അപ്പു വരുന്നതിനെ കുറിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, അപ്പു വേണ്ട വർക്കിംഗ് ചെയർമാനോ വേണ്ടാണ് അവരുടെ, അതെ എക്സിക്യൂട്ടീവോ എന്താ എനിക്കറിയത്തില്ല, നല്ല പദവിയാണ്. അപ്പു വരട്ടെ. ഇത് ഈ അപ്പു വരുന്നതിനെ കുറിച്ച് മാണി സാറിന് അറിയാമായിരുന്നു. മാണി സാർ എന്ന് പറഞ്ഞത് വരട്ടെ, മാണി സാർ എന്ന് അപ്പു വരും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എവിടെയാ മത്സരിക്കാൻ, എവിടെ സീറ്റ്, അപ്പുവിന് ഒരു സീറ്റ് നമുക്ക് ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് എന്നോട് എനിക്ക് തോന്നുന്നത് ജോയി എബ്രഹാം അന്ന് ഈ 2 ഗ്രൂപ്പ് ആകുന്ന കാലത്തല്ല, അങ്ങനെ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാണി സാറിനോട് അടുപ്പമുള്ള ആൾക്കാർ. അപ്പൊ ഈ പൈതൃകം സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാല്, പൈതൃകം നമ്മൾ ആദ്യകാല നേതാക്കന്മാരെന്നുള്ളതാണ് പൈതൃകമെങ്കിൽ ഔസേപ്പൻ ചേട്ടൻ വരുന്നത് 1970-ലാണ്. ഔസേപ്പൻ ചേട്ടൻ ഒരു കേരള കോൺഗ്രസ് സംസ്കാരം, ഔസേപ്പൻ ചേട്ടന്റെ കുടുംബം അതിനകത്ത് കുഞ്ഞാട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന അവരൊക്കെ ജോർജ് സാറിൻ്റെയൊക്കെ വലിയ അടുത്ത ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു പാർട്ടിയല്ല, കുടുംബ ബന്ധങ്ങളിലൂടെ വന്ന ഒരു ബന്ധമാണ്. അങ്ങനെ ഔസേപ്പൻ ചേട്ടൻ വന്നു. ഇപ്പം പുതിയ വന്നിരിക്കുന്നതല്ല, അവരുടെ മക്കളും ഒക്കെ ഉള്ളൂ ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാ പാർട്ടിയിലും അതെ, ജോസ് ഗ്രൂപ്പിലും അതെ, പിന്നെ കുറെ പേരുണ്ട്. ആ കുറെ പേര് വന്നു പറഞ്ഞാൽ അവരുടെ മക്കളോ ഒക്കെ വന്നാലേ ഉള്ളൂ ഇതിനൊരു നേതൃത്വം എന്നുള്ളവരും. പിന്നെ കുറെ നേതാക്കന്മാരല്ല, മറ്റേ നമ്മുടെ KM ജോർജ് സാറിന്റെ മകനുണ്ട്, കുറുപ്പ് സാറിന്റെ മകനുണ്ട്, അവര് അങ്ങനെ അതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ സംസ്കാരം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ സംസ്കാരക്കാരനാണ്, സംസ്കാരമാണ്. പിന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന് ആദ്യം ഒരു വികാരമായിരുന്നു. ഈ വികാരമായിരുന്നു കേരള കോൺഗ്രസിന് ദാർശനിക അടിത്തറ ഉണ്ടാക്കിയ മാണിസാറിന്റെ ആലുവ പ്രമേയം. പിന്നെ മാണിസാർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ മുന്നണി അനുസരിച്ച് ഇതുണ്ടാക്കി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനം, അല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതനം, ജനാധിപത്യ സോഷ്യലിസം, ഇങ്ങനെ പറഞ്ഞ മാണിസാറിന്റെ ഒരു 5-8 പുസ്തകങ്ങളുണ്ട്. അവസാനം ജനാധിപത്യ സോഷ്യലിസം എന്നും പറഞ്ഞ ഒരു പുസ്തകത്തിൽ അത് നിൽക്കുന്നത് ആ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയമാണ്. ഈ നമ്മുടെ ആലുവ പ്രമേയം അധ്വാന ഡെവലപ്പ് ചെയ്ത് പോയവർക്ക്, പക്ഷെ തിയറിയാ. മാണിസാർ അത് പറയുന്നെന്ന് പറഞ്ഞ മാണിസാറിന്റെ ജീവിതത്തിൽ നിന്ന് പറയുന്ന സോയിമാനും അറിയാം. കാരണം നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാർ നമുക്ക് പറമ്പുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് തിയറി അനുസരിച്ച് മുതലാളിയുടെ കയ്യിലാണ് ഉൽപാദന ഉപകരണങ്ങൾ മുഴുവൻ. തൊഴിലാളിക്ക് ഒന്നുമില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ അവിടെ ഇപ്പൊ ഒരു 5 ഏക്കർ ഒന്നുണ്ട്, നമുക്ക് തൂമ്പായിട്ട് തേങ്ങ എല്ലാം ഉണ്ട്. മുതലാളി തൊഴിലും ഒക്കെ തന്നെയാണ്. കാലത്തെ ഈ മുതലാളി പണിയാൻ പോകും, തൂമ്പ എടുത്തോണ്ട് കളിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് പണിക്കാരുടെ കൂടെ ഒന്ന് പണിയും. ചിലപ്പോൾ 3-4 പണിക്കാർ കാണും. ഇവരിൽ ആരാ പണിക്കാരെന്ന് പറമ്പിച്ചെന്ന് അറിയാനും പറ്റിയല്ല. എല്ലാരും തലയും കെട്ടിന്ന് പണിയും വർത്താനം ഒക്കെ പറഞ്ഞ് ഇന്ന് പണിയും. അപ്പൊ അവരാണ് അധ്വാന വർഗ സിദ്ധാന്തം എന്ന് പറഞ്ഞത്. പിന്നെ മാണി സാർ അതിനകത്ത് ഇടത്തര അധ്യാപകരെ കൂടെ ചേർന്നെന്ന് മാത്രം. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക്, അതായത് അവരുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രസ്ഥാനത്തിന് ഒരു പ്രസക്തിയുണ്ട്. അങ്ങനെ മാണിസാർ തിയറികൾ ഉണ്ടായിക്കൊണ്ടുണ്ട്. ആ തിയറി ഡെവലപ്പ് ചെയ്യാതെ പോയതുകൊണ്ട് 76-ൽ ഈ കോൺഗ്രസ് മുന്നണി വന്നതുകൊണ്ട്. അതിനുശേഷം മാണിസാർ എപ്പോഴും ഈ കോൺഗ്രസ് മുന്നണിക്ക് ഒരു ന്യായീകരണം ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ ന്യായീകരണം ഉണ്ടായിക്കൊണ്ട് ഇനിയിപ്പോ ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ന്യായീകരണം, അത് 80 മുന്നണി ചേരുമ്പോ മാണിസാറ് നെല്ല് കൊയ്യുന്ന അരുവാളും ഔസേപ്പിതാവ് ചുറ്റിയ കാർപ്പൻറ്റർ ആയിരുന്നല്ലോ. അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവവിശ്വാസികള് ദൈവവിശ്വാസികൾ നിരീശ്വരവാദികളോട് ചേർന്നൊന്നല്ല, നിരീശ്വരവാദികൾ ദൈവവിശ്വാസികളോട് ചേർന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത്രയും പേര് അങ്ങനെ പുള്ളി പറഞ്ഞില്ലെങ്കിലും പുള്ളി പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് കേരള കോൺഗ്രസ്സുകാർക്ക് പറയാൻ, അതായത് നമ്മൾ ഈ നിരീശ്വരവാദം അത്ര ചിന്തയില്ല. അന്നൊക്കെ 80-ലൊക്കെ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നമുള്ള കാലം. അന്ന് മാണിസാർ പറഞ്ഞത് നിരീശ്വരവാദികളുടെ കൂടെ നമ്മൾ ചേർന്നല്ല, നമ്മുടെ കൂടെ നിരീശ്വരവാദികൾ ചേർന്നെന്ന് വേണം പറയാമെന്നാണ്. അങ്ങനെ
ഈ പ്രവർത്തകർക്ക് പറയാൻ പറ്റിയ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാണി സാറിന് തന്നെ. അത് കേരള കോൺഗ്രസ് മാണി സാറിന് മാത്രമേ പറ്റുള്ളൂ. ഇതുവരെ വേറൊരു നേതാവും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ഇന്നും മാണി സാറ് പറഞ്ഞു കൊടുത്തൊക്കെ എല്ലാവരും കൂടി അധ്വാന അവസ്ഥയില്ലാതല്ലേ കേരള കോൺഗ്രസ് 16 കേരള കോൺഗ്രസ് ഉണ്ട്. എല്ലാവരുടെയും വിശ്വാസപൂർവ്വമാണ്. ഒരു വികാരമായിരുന്ന പാർട്ടിയെ ഒരു ദാർശനിക അടിത്തറയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഈ മാണി സാറിന്റെ അധ്വാന സിദ്ധാന്തം സ്വയം ഓർക്കുന്നുണ്ട്. നമ്മുടെ BJT ഹാളിൽ റിലീസ് ചെയ്തപ്പോൾ അന്ന് വക്കം പുരുഷോത്തം ഒരു പ്രസംഗം പറഞ്ഞു. കായൽ മുതലാളിമാരുടെ പാർട്ടി എന്നായിരുന്നതിന് അന്ന് ആദ്യം ഒരു ബ്രാൻഡ് ചെയ്ത്, അതായത് കർഷകർക്ക് വേണ്ടി നിന്നുകൊണ്ട് കോൺഗ്രസ് അടക്കം ഇത് കായൽ മുതലാളിമാരുടെ പാർട്ടിയാണെന്നാ പറയുന്നത്. നമ്മുടെ വിച്ചാനെ കുറിച്ചൊക്കെ അറിയാമല്ലോ, ഈ ജോൺ ജേക്കബ്, അതൊക്കെ മുണ്ടും കെട്ടി അടിക്കുന്ന പാർട്ടിയായിരുന്നു. അപ്പൊ അവർ നെയ്മ കണ്ടക്കുടി എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ അടിക്ക് തിരിച്ചടിക്കുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് വക്കം പുരുഷോത്തം പറഞ്ഞെങ്ങനെയാ കായൽ മുതലാളിമാരുടെ പാർട്ടി എന്ന് പറഞ്ഞതിനെ കർഷകരുടെ പാർട്ടിയാക്കി മാറ്റിയ മാണിയുടെ അധ്വാന വർഗ സിദ്ധാന്തം. ആ സിദ്ധാന്തം അന്ന് 76 വന്ന് പൊളിഞ്ഞ് മാണിസാർ പിന്നെ മന്ത്രിയാരുടെ മാണിസാർ പിന്നെ ഇടതുപക്ഷത്ത് പോകുന്നതിനെ കുറിച്ച് എത്തിച്ചിട്ടില്ല. 80 പിന്നെ വന്നു, അത് വേറെ സാഹചര്യത്തിലാണ്. അപ്പൊ അങ്ങനെ 80 കുറച്ചാലും ഉണ്ടെങ്കിൽ 80 ആ മന്ത്രിസഭയെന്ന് പോകുന്നത് പോലും മാണിസാറിന് ഉള്ളുകൊണ്ട് താല്പര്യമായിട്ടല്ല. എ കെ ആന്റണി ഉള്ളവർ പോയി മാത്രമല്ല, സഭയുടെ സമ്മർദ്ദം ഭയങ്കരമാണ്. സഭ പറഞ്ഞൊന്നും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാലും സമ്മർദ്ദമൊക്കെ വരുമ്പോഴത്തേനും മാണിസാറും എല്ലാവരും ആൾക്കാരെല്ലാവരും കൂടെ അതിനേക്കാൾ കൂടുതൽ മാണിസാറിനെ സമ്മർദ്ദപ്പെടുത്തിയ ദീപികയാണ് എൻ്റെ വിശ്വാസം. ദീപിക പത്രം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കരുണാകരനെ പോലെയുള്ള ഒരാൾ തുടങ്ങിയ ഒരു പാർട്ടി 3 വർഷം കൊണ്ട് നിന്നുപോയി. എന്നാൽ കേരള കോൺഗ്രസ് ഇത്രയും വർഷം എന്തുകൊണ്ടാണ്? ദീപിക ഉണ്ടായിരുന്നോണ്ടാ. ഇന്ന് നമ്മൾ ദീപികയെ പറിച്ച് അങ്ങനെയല്ല, ഒരു 80കളിൽ ഒക്കെ 70കളിലൊക്കെ ദീപിക എന്തായിരുന്നു? സമുദായത്തിന് അല്ലെങ്കിൽ ദീപിയെ ചെല്ലുന്നിടത്തല്ല കേരള കോൺഗ്രസിന്റെ ഐഡിയ ഉള്ള ആൾക്കാരായിരുന്നു ഈ ഇടത്തരം കർഷകരുടെ മുകളിൽ. ഒരു ദീപിക ഇല്ലാതെ പോയതാണ് ഒരു വിഷയം കരുണാകരന് പറ്റിയ പറ്റി പിന്തുണയ്ക്കില്ല. അത് ഇന്നിപ്പം ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ചുമ്മാ വായിച്ചു വിട്ടുപോയി, ചിലത് ചിലപ്പോൾ ഒരു ലൈക്ക് ഇട്ടു അല്ലെങ്കിൽ തീർന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പത്രം അങ്ങനെയല്ല ആയിരുന്നില്ല. പ്രിന്റ് മീഡിയ ഒരു ബൈബിള് പോലെയായിരുന്നു, ഇങ്ങനെ വിശ്വാസമായിരുന്നു. അപ്പൊ അങ്ങനെ ദീപിക കിട്ടിയ ഉണ്ടാക്കിയ ഒരു അത് പക്ഷെ ഇന്നത്തെ കേരള കോൺഗ്രസ് എത്ര പേർക്ക് അറിയാവുന്നില്ല. അതാ പറഞ്ഞു, ഒന്നും പറ്റിയില്ല. അത് മാണിസാറിന് അങ്ങനെ ഉണ്ടായിരുന്നു. എന്താ ഞാൻ 80 ഞാൻ തിരുവനന്തപുരത്ത് തന്നെ 79 വരുമ്പോ അന്ന് മാണിസാർ പത്രസമ്മേളനം വിളിക്കുകയാണെങ്കിൽ ദീപിക വന്നോന്ന് സാർ നോക്കും, അല്ലെങ്കിൽ സാർ പ്രസാദ് ഇന്ത്യന്ന് ചോദിക്കും. നമ്മൾ പുറയിലുമില്ലായിരിക്കുന്നെങ്കിൽ. കാരണം ദീപിക വരണമെന്ന് പുള്ളിക്കുണ്ട്, അത് വന്നാൽ മതി എന്നുള്ള. പിന്നെ മനോരമയൊക്കെ നല്ലത് എഴുതി, അവർക്ക് പത്രപ്രവർത്തനത്തിന്റെ ബിസിനസ് ലൈനൊക്കെ അറിയുന്നവരാണല്ലോ. അവരൊന്നും ചെയ്യുന്ന പോലെ ദീപിക ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ദീപിക അങ്ങനെ ഒരു പല കാരണങ്ങളുണ്ട്. മാണിസാറിനെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ ഉടനെ അവസരിപ്പിച്ച മാണിസാർ ഇങ്ങനെ ബാലൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ ഇടയ്ക്ക് ഈ 2 ഗ്രൂപ്പായപ്പോ ഉള്ള പ്രശ്നമൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പിന്നെ ദീപിക എന്നും ഇപ്പം 1987 ജോസഫും മാണിയും കൂടെ ഉള്ള അവസാനത്തെ പിളർപ്പ് നടക്കുമ്പോൾ 87 നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം നടക്കാം. ഇവർ തമ്മിൽ ഒട്ടും യോജിക്കുന്നില്ല. അപ്പം പിന്നെ വിക്ടറച്ചൻ, അന്ന് ദീപികയുടെ ചീഫ് എഡിറ്റർ വിക്ടറച്ചൻ, മാനേജിംഗ് എഡിറ്റർ വിക്ടറച്ചനെ വിളിച്ചു. അപ്പം ഞാൻ ആ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ്, എന്നോട് പറയാതെ അച്ഛൻ തിരുവനന്തപുരത്ത് വന്നു. സാറിന് തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ബ്യൂറോ ചീഫിനോട് പറയാമല്ലോ, ഇവിടെ വരുന്നുണ്ട് ചീഫ് എഡിറ്റർ വന്നാൽ. അല്ല, പുള്ളി സ്വകാര്യ ആവശ്യത്തിനൊന്നും പറയല, പക്ഷെ ഔദ്യോഗിക ആവശ്യത്തിന് രാഷ്ട്രീയത്തിന് എന്ത് വന്നാൽ ആരെ കാണാൻ വന്നാൽ നമ്മളോട് പറയും, നമ്മളെ കൊണ്ട്. എന്നോട് വേണ്ടിയില്ല. പക്ഷെ ഞാൻ ഈ ചർച്ച നടക്കുന്നത് ചുമ്മാ അവിടെ പോയി കുത്തിയിരിക്കുക. അന്നത്തെ കാലത്ത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നു എല്ലാവരും ഇറങ്ങി വരുമ്പോൾ വണ്ടി എടുക്കാന്നുള്ള. ഞാൻ അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിയോ 4 മണിയൊക്കെ ആയി. അന്നേരം മനോരമയിലെ ജോൺ വന്നു. ഞാൻ ചോദിച്ചു, ജോൺ എന്നാ ജോണേ ഇതില് ചർച്ച നടക്കുമല്ലേ എന്ന് ജോണും പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിക്ടറച്ചൻ വന്നു. വിക്ടറച്ചനോട് താൻ എവിടെ നിൽക്കുന്നത്? ഓഫീസിലുണ്ട്, പണിയൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞാൽ ഇവിടെ ചർച്ച നടക്കുമല്ല, എൻ്റെ വല്ലതും കിട്ടുമെന്ന് നടന്നു വന്നാ. അന്നേരം എന്നോട് ഞാനിവിടെ വന്നു ആരോട് പറയരുത് കേട്ടോ എന്നാണ് മനസ്സിലായി. അപ്പം അത് കഴിഞ്ഞേച്ച് പിന്നെ ജോൺ പറഞ്ഞു, പ്രസാദ് ഇപ്പോഴാണ് അറിയുന്നത്, മാത്തുക്കുട്ടിച്ചാനെ വിളിച്ച് പറഞ്ഞേച്ചായിരുന്നു അച്ഛൻ പോകുന്നത്, മനോരമക്കാർ കാണും, അവരോട് വാർത്ത കൊടുക്കരുതെന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ജോൺ വന്ന് നിൽക്കുന്നത് ഇവ വന്നു പോയി എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മാത്തുക്കുട്ടിച്ചായ പറഞ്ഞിട്ടാ ജോൺ വന്നേരം. ആ ജോൺ എന്നോട് പറഞ്ഞപ്പോഴേ ഞാനിത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് അച്ഛൻ വന്നിട്ട് ഇവര് ചർച്ച ഫെയിലർ. ഞാൻ ശരിയാണെന്ന് ഈ ഔസഫിൻ ചേട്ടൻ ഒരു നിലപാടെടുത്ത ഒരു പിടിച്ച പിന്നെ കടുംപിടുത്തം പിടിച്ച പിന്നെ പിടിയാൻ. അങ്ങനെ ഔസഫിൻ ചേട്ടൻ്റെ ഒരു പൊതുവെ
എല്ലാ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അങ്ങനെ വന്ന ഒരു പുള്ളി അത് ആ, അങ്ങനെ ഒരു ഇതാണെന്നാണ് പറയുന്നത്. എനിക്ക് അതിന്റെ ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല, കാരണം നമ്മൾ അതിനെക്കുറിച്ച് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നടന്നില്ല. മാണിസാറ് കുറെ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറായതായിരുന്നു. പക്ഷെ 87-ലും ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ഭൂരിപക്ഷം മാണിസാറിന്റെ കൂടെ അല്ല. പാർട്ടിയുടെ ഭൂരിപക്ഷം പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭൂരിപക്ഷം, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഭൂരിപക്ഷം ജോസഫിന്റെ കൂടെയാണ്. കാരണം ഒ ലൂക്കോസ്, PC ജോസഫ്, ഇങ്ങനെ മാണിസാറിന്റെ സ്ട്രോങ് ആൾക്കാരെല്ലാം അപ്പുറത്ത് പോയ കാലം. അന്ന് ഇപ്പുറത്തുനിന്ന് ആരാളുള്ള CAJ-ക്ക് ഇപ്പുറത്തോട്ട് വന്നോന്നുള്ളതുണ്ട്. അന്ന് ഇപ്പുറത്തുള്ളത് പിള്ളേരായി, മാത്യു ശ്രീവൻ, MP മാത്യു, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു മാണിസാറിന്റെ കൂടെ. ബാക്കിയുള്ള മുതിർന്ന നേതാക്കന്മാർ. പക്ഷെ പാർട്ടിയുടെ കൂടെ സാറിന്റെ കൂടെ വന്നു. കാരണം സാറിന് അതുപോലെ പേഴ്സണൽ ബന്ധങ്ങളാണ്. ഇപ്പൊ സോയ്മനെ അല്ലെങ്കിൽ എന്നെ കാണുവാണെങ്കിൽ ഏതാൾക്കൂടെ തന്നെ സോയ്മനെ എന്നെയല്ലോ ഒന്ന് പറഞ്ഞേ പോകുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കാൻ ഒരു നേതാവ് കരുണാകരന് പറ്റും കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഈ പിന്നെ ഒരു ആന്റണി മുഖ്യമന്ത്രിയാക്കുന്ന ഉണ്ടല്ലോ. അപ്പോൾ ട്രാഫിക്കിൽ ഇങ്ങനെ ആന്റണിയും കരുണാകരനും കൂടെ ഇന്ദിരാഭവനിലേക്ക് വരിക. ട്രാഫിക്കിൽ ഇങ്ങനെ ഇവരുടെ കാര്യം കൊടുക്കും, എന്റെ വണ്ടി എനിക്ക് കഷ്ടിച്ച് ഓടിച്ചു. പുള്ളി അതായിരുന്നു കൈ ബുക്ക് കാണിച്ചു. അപ്പം എനിക്കൊരു എന്റെ ഭാര്യ അത് കണ്ടല്ലോ എന്നിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ചില നേതാക്കന്മാരുണ്ട്, അങ്ങനെ ഒരു ബന്ധങ്ങൾ. അത് ഞാൻ നേതാക്കന്മാരെ കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ മാണിസാറിന് അങ്ങനെ വ്യക്തിബന്ധങ്ങളിലൂടെ മാണിസാർ വളർത്തിയെടുത്തോണ്ടോ, അല്ലെങ്കിൽ മുഴുവൻ ലൂക്കോസ് പോയി, പിന്നെ പ്രധാനപ്പെട്ട അവര് ആ മണ്ഡലങ്ങളെല്ലാം മാണിസാറിന്റെ കൂടെ തന്നെ വന്നു. ഇപ്പൊ TNJ-ക്ക് പോയപ്പോ മാത്യു സ്റ്റീവനെയും PM മാത്യുവിനെയും കൊണ്ട്, പക്ഷെ കടുത്തിരുത്തി ഇടുക്കി മാണിസാറിന്റെ കൂടെ വന്നു. അത്ര അല്ല പുള്ളി അതേ കൊണ്ട്. അതാ ഞാൻ പറഞ്ഞു, കേരള കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഒരു കുടുംബം പോലെയാ. മാണിസാറിനോട് എല്ലാവർക്കും വ്യക്തിബന്ധമായിരുന്നു. അതിപ്പോ PJ ജോസഫിനാണ്, തൊടുപുഴ പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് PJ ജോസഫിനോടുണ്ടെന്ന് എന്റെ വിശ്വാസം. എനിക്ക് അത്രയും അറിയത്തില്ല. അപ്പൊ അത് തകർക്കാനൊന്നും വേറെ ആർക്കും പറ്റത്തില്ല. ഇടതുപക്ഷത്തേക്ക് ഞാൻ അപ്പുറത്ത് അത്ര തന്നെ. മാണിസാർ ഇടതുപക്ഷത്ത് നിന്നപ്പോ ഇടതുപക്ഷത്ത് നിന്നും. അതെ. പക്ഷെ ഇതിനകത്ത് ഇതിപ്പം പാലായിൽ കഴിഞ്ഞ തവണ പറ്റിയത്, കഴിഞ്ഞ തവണ സംഭവിച്ചെന്ന് പറയുന്നത്, ഒന്ന്, ഇവരെ കിട്ടിയിട്ടില്ല, ഈ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ കിട്ടിയിട്ടില്ല. 2, കുറെ പേര് ചെയ്തിട്ടില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. 2, മാണി ഗ്രൂപ്പിൽ തന്നെ ഈ പിന്നെ മാണിസാറിന്റെ കൂടെ ഉണ്ടായിരുന്ന മാണി ഗ്രൂപ്പുകാര് കുറെ പേരൊക്കെ പിരിഞ്ഞു പോയി. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷെ മാണിസാറിന്റെ കാലത്ത് എങ്ങനെയാണെന്നറിയാം, അന്ന് ഇതുപോലെയുള്ള വഴക്ക് കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പം നമ്മുടെ ഗ്രൂപ്പ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് സ്ഥാനാർത്ഥിയായിട്ട് കൂട്ടം തെറ്റിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചിലപ്പോൾ അയാൾ ജയിക്കല്ലേ, ഇപ്പുറത്തെ ആള് ജയിച്ചു. ആര് ജയിച്ചാലും അവരെല്ലാം മാണിസാറിന്റെ കൂടെ നിൽക്കും. മാണിസാറ് പിന്നെ വന്നിട്ട് കുഞ്ഞപ്പച്ച എന്നതായി പിന്നെ എന്നെ മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന്, മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ മാണിസാർ ആ വീട്ടിൽ ചെല്ലും. കുഞ്ഞപ്പച്ച എന്നെ മീറ്റിങ്ങിനകത്ത് ഇതൊക്കെ നമ്മൾ തമ്മിൽ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറുതെ ഞാൻ കുഞ്ഞപ്പച്ചനെ കൊണ്ട് പോവാ. അപ്പൊ അതാണ് ഇപ്പൊ അതിൽ നിന്നാ എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ഒരാൾ പോയെന്ന് പറഞ്ഞാൽ പോയി, അങ്ങനെ നഷ്ടപ്പെട്ട വോട്ടുകൾ കാണും. അതായത് കേരള കോൺഗ്രസ്സുകാരാണ്, പക്ഷെ അസംതൃപ്തർ, പിന്നെ പല രീതിയിൽ പല കാരണങ്ങളുടെ പേരിൽ, ഇപ്പൊ ലോക്കൽ പേരിലൊക്കെ കാണും. അവരെയൊക്കെ മാണിസാറാണെങ്കിൽ പിടിയല്ല. ഒരാൾ മാണിസാറിന് അറിയാം ആരെങ്കിലും പോയിട്ടുണ്ടോ. അത് പിന്നെ ജോസ്റ്റോം ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഇലക്ഷൻ പ്രചാരണം, ജോസ്റ്റോം രാത്രി ഒരു 10 മണിയൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10 മണിയൊക്കെ മാണിസാർ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ആ കോളനിയിൽ നിങ്ങൾ മൂട് തീർത്തില്ലേ ജോസ്റ്റോം എന്ന് ചോദിച്ചു. അപ്പൊ സാറേ 10 വീടുകൂടെ കയറാറുള്ളൂ, അപ്പൊ മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ പോകുന്നതാ, നാളെ കാലത്തെ കയറി. ഞാൻ തോറ്റോട്ടെ ഇല്ലേ. അവരോർക്കും ഇപ്പം അവരുടെ 10 വോട്ട് വേണ്ടെന്ന് ഓർക്കും. ജോസ്റ്റോം അതുകൊണ്ട് പിന്നെ സണ്ണിക്കുട്ടിയെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ പോണം, രാത്രി തന്നെ പോണം. രാത്രി പറഞ്ഞു വിട്ടു. ആ മനുഷ്യൻ എങ്ങനെ ഇത് അറിയുന്നു എന്നുള്ളതാണ്. ജോസ്റ്റോം എന്നോട് പറഞ്ഞ അതായത് ഏതോ ഒരു തെരഞ്ഞെടുപ്പില്. അപ്പൊ ആ 10, അതായത് നമ്മൾ 9 വീട്ടിൽ കയറിയ, അല്ല 30 വീട്ടിൽ കയറിയ 10 വീട്ടിൽ കയറാൻ വരുമ്പോ അവരോർക്കും ഈ 10 വീട്ടുകാരെ നമ്മൾ അവഗണിച്ചെന്ന്. അല്ലാതെ അവിടെ ഇതല്ല. അപ്പൊ അത് പാടില്ല. അപ്പൊ അവരെ നമ്മള് അതുകൊണ്ട് രാത്രി തന്നെ പിന്നെ 3-4 പേര് വിളിച്ചു കൂട്ടി ജോസ്റ്റോം കൂടെ പോയി ആ വീടെല്ലാം കയറി അവരോട് പോയി പറഞ്ഞു വന്നു. അല്ല, ഇതൊക്കെ ഒരു രീതി, ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ പുള്ളി എങ്ങനെ കേരള കോൺഗ്രസ് നിലനിർത്തി, കേരള കോൺഗ്രസ് എങ്ങനെ പുള്ളിയുടെ കൂടെ നിലനിർത്തി എന്നുള്ളതില്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ നേതാക്കന്മാരൊക്കെ പോയിട്ട് പുള്ളിയുടെ പാർട്ടിയെ നിലനിർത്താൻ പറ്റും? ഈ ഒരു ബന്ധമാണ്. അത് കാണിക്കാനുള്ള ബന്ധമല്ല. തീർച്ചയായിട്ടും
ഞാൻ ഞാൻ പിന്നെ എൻ്റെ ഫാദർ ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ഞാൻ പിന്നെ അയർലൻഡിലാണ്, അതെ അയർലൻഡിലാണ് ഒരു പരിപാടിക്ക് പോയതാണ്. എന്നെ ആദ്യം വിളിച്ച മാനസാണ്. മാനസാർ വിളിച്ച പ്രസാദ് വിഷമിക്കാൻ ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം, പ്രസാദ് വന്നിട്ടേ നടക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ 9 ദിവസത്തേക്കുള്ള ഒരു 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 ഫംഗ്ഷന് വേണ്ടി തിരിച്ചുള്ള ടിക്കറ്റ് ഉണ്ട്. എന്നെ കൊണ്ട് അവിടെ നിന്ന് തിരിച്ച് അന്നേരം നമ്മൾ പോരണമെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കണേന് ഒത്തിരി രൂപയാവും. മാനസാർ അതൊന്നും സാരമില്ല, അത് കഴിഞ്ഞിട്ട് പോന്നാൽ മതി, ഞങ്ങളിവിടെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നോട് മാത്രമല്ല ഓരോ വ്യക്തിയുടെ കാര്യത്തിൽ അതുപോലെ ഒരു കൺസേൺ പുള്ളി കാണിക്കാറ്. അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് തന്നെ ഈ ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ട് നമ്മൾ പ്രചരണത്തിലൊന്നും, ഞാനൊന്നും ഒരു പത്രക്കാരനായതുകൊണ്ട് ഒരു പ്രചരണത്തിന് പോയിട്ടില്ല. പക്ഷെ നമ്മള് അങ്ങനെ ഒരു അതറിയാം. അപ്പൊ ആ കേരള കോൺഗ്രസിന്റെ ഒരു പ്രസക്തിയുണ്ട്. ആ കേരള കോൺഗ്രസിന്റെ പ്രസക്തി സൂക്ഷിക്കാൻ ഈ ഒരു സംഘടനാ തലത്തിൽ ഞാൻ പറഞ്ഞാല് ജോസ് കെ മാണി നല്ല ഓർഗനൈസറാണ്. അതേ MBA ഒക്കെ പഠിച്ചതുകൊണ്ട് ഒരു ബിസിനസ്, അതായത് ഒരു പ്രൊഫഷണൽ ലൈനിൽ അത് കേരള കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഇതുണ്ടല്ലോ, വിട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. ജോസ് അറിയാവുന്നത്, അതായത് ഈ പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് 10 പേരെ അറിയാം. പക്ഷെ 10-15 പേര് അപ്പുറത്ത് ഇപ്പുണ്ട്, നമ്മുടെ കൂടെ വരേണ്ടവരാണ്. അവരെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അങ്ങനെ ഉണ്ടോന്നാണ് ഒരു പരിശോധന. പിന്നെ ഈ ഇടതുപക്ഷമായിട്ടുള്ള ഒരു ബന്ധത്തിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ജോസ് കെ മാണിക്കും അറിയാം അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അവരെ കൺവിൻസ് ചെയ്യിക്കണം. അല്ലാതെ ഈ പറഞ്ഞ ലോകം മുഴുവൻ ഓടി നടന്നിട്ട് ഇത് ഈ ചാനലിൽ ഇരുന്ന് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടോ അല്ല. മാണിസാറിന്റെ കാലത്ത് അങ്ങനെ പാർട്ടി മീറ്റിങ്ങുകൾ കൂടിയിട്ട് ഈ വരാത്തവരുടെ പോയി അല്ലെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു വർക്ക്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ ജോസ് കെ മാണി തോക്കുന്ന ഞാൻ ഒരു തരത്തിൽ ഓർത്തല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര വോട്ട്, കേരള കോൺഗ്രസ് ഇത്ര വോട്ട്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ജയിക്കേണ്ട. അത് രാഷ്ട്രീയത്തിൽ നമ്മളെപ്പം പറയും, പത്രക്കാരുടെ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഭാഷയാണ്, നമ്മുടെ ഇടയിലുള്ള ഒരു ഭാഷയാണ്. 2-2 4 രാഷ്ട്രീയത്തിൽ 2-2 കൂടെ കൂടി. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 1980 നമ്മളെ ഇടതുമുന്നണി പിന്നെ വന്ന ഇടതുമുന്നണി കഴിഞ്ഞ ആന്റണിയും മാണിയും കൂടെ പിന്നെ വലതു മുന്നണിയിലോട്ട് പോയി, അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണി പോയി. ഇടതുപക്ഷം നായനാര് അത് പോട്ടെ. അപ്പൊ എന്നിട്ട് അത് നമ്മൾ പറഞ്ഞാൽ ഒത്തിരി കഥയാണ്. അപ്പൊ അത് കഴിഞ്ഞ നടന്ന ഇലക്ഷനിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും വ്യത്യാസം എത്ര വോട്ടാന്ന് 85,000 വോട്ട്. കരുണാകരൻ അധികാരത്തിൽ വന്നു 82. പക്ഷെ ഡിഫറൻസ് ഓഫ് വോട്ട്സ് 85,000 വോട്ട്. രണ്ട് മുന്നണി. മാണി ഗ്രൂപ്പ് 87 വോട്ട്, മാണി ഗ്രൂപ്പ് മാത്രമായിട്ട് 85,000 വോട്ടാണ്. ആന്റണി ഗ്രൂപ്പിൽ തന്നെ വോട്ടില്ലേ. അല്ല, അതുകൊണ്ട് മരിക്കുന്നവരെ നായനാർക്ക് കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിനോട് ഒരു പകയുണ്ടായിരുന്നു. അല്ല, പകയേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു എനിക്ക്. നിയമസഭയിലൊക്കെ എന്റെ കുഞ്ഞുമാണി നീ എന്നെ ചാച്ചില്ലേ. പക്ഷെ എന്റെ കുഞ്ഞുമാണി എന്നൊക്കെ അല്ലാതെ പിന്നെ ഒരു അദ്ദേഹത്തിന്റെ സരസൻ നല്ല പുള്ളിക്ക് മാണി സാറിനോട് സ്നേഹമായിരുന്നു എന്റെ വിശ്വാസം. കുഞ്ഞുമാണി എന്നല്ലാതെ പിന്നെ ചിലപ്പോൾ പാറവക്കീൽ എന്നൊക്കെ പറയും പുള്ളിയുടെ, അവരുടെ കണ്ണൂർ ഇതാന്ന് തോന്നുന്നത്. കണ്ണൂർ പാറവക്കീൽ എന്ന് പറഞ്ഞാൽ ഈ ഏതാണ്ട് എനിക്കറിയത്തില്ല എന്താന്ന്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഒരു പിണക്കം എന്നുള്ള കൂടുതൽ ഒരു കഴിവുള്ളവനാണ്. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് ആയിരുന്നു അതെനിക്ക്. മാണിസാറിന് തിരിച്ചും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ദീപികയുടെയൊക്കെ ഒരു സമ്മർദ്ദം അല്ലാതെ മാണിസാർ പോവുകയല്ലായിരുന്ന എന്റെ ഒരു വിശ്വാസം. അന്ന് സഭയുടെ സമുദായത്തിന്റെ ഒക്കെ അത് ഇന്നത്തെ പോലെ അന്ന് നുണപ്രചരണമുണ്ട്. കേരള മാണിസാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്പുറത്തോട്ട് ചാടി എന്നൊക്കെ പറഞ്ഞ അതായത് അന്ന് ഉടുമ്പൻചോലത്തെ MLA തോമസ് ജോസഫാണ്. ഈ മീറ്റിംഗ് മനോഹര ബംഗ്ലാവിൽ നടക്കുമ്പോൾ തോമസ് ജോസഫിന് അന്ന് അവിടുന്ന് വന്നപ്പോൾ ഇടുമ്പീന്ന് വരെയല്ലേ വണ്ടി എവിടെയോ വൈകി. അപ്പൊ തോമസ് ജോസഫ് ഈ മീറ്റിംഗ് തുടങ്ങിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിറ്റിയിൽ പത്രക്കാരുടെ ഇടയിൽ പറഞ്ഞു തോമസ് ജോസഫ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തോമസ് ജോസഫ് അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അത് കേൾക്കുന്നവർക്കൊക്കെ ശരിയായിരിക്കല്ലേ, വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അങ്ങേര് എങ്ങനെയോ വണ്ടി ട്രാഫിക് ബുദ്ധിമുട്ടൊക്കെ വന്നു അടിച്ചു പിടിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ മീറ്റിംഗ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്നു. അങ്ങനെയൊക്കെ പ്രചരണങ്ങൾ അന്നും ഉണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അത് വേറൊരു സിസ്റ്റം പറഞ്ഞാൽ അന്ന് ജോസഫും മാണിയായിട്ട് പിള്ളർന്ന് മാണി സാറിന്റെ കൂടെ നിന്ന ഒരാളാണ് റാന്നിയിലെ MLA പ്രൊഫസർ KA മാത്യു. പക്ഷെ CH മന്ത്രിസഭ വന്നപ്പോഴത്തേനും പുള്ളിയെ മന്ത്രിയായി. അതെന്ന് പുള്ളി അപ്പുറത്തോട്ട് പോയി. അപ്പൊ വേണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പൊ അതുകൊണ്ട് ഒരാൾ പോയെന്ന് പറഞ്ഞാല് പോയില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. നമ്പാടന്റെ അത്രയല്ല, നമ്പാടന്റെ നമുക്ക് അങ്ങനെ ഒരു ഇതല്ല. നമ്പാടന്റെ അധികാരം, നമ്പാടന് കരുണാകരനുമായിട്ട് ഭയങ്കര ശത്രുതയാണ്.
കരുണാകരനെ സപ്പോർട്ട് ചെയ്യാൻ അമ്പാടൻ ഒരിക്കലും സമ്മതിക്കാല്ല. പിന്നെ അമ്പാടൻ ഈ പറഞ്ഞ പോലെ അവര് ഇടതുപക്ഷം സംരക്ഷിച്ചു എന്നുള്ളത്. അന്ന് ഈ ഈ മീറ്റിംഗ് നടക്കും, നമ്മാടിന്റെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മാടൻ ഒരു പത്രസമ്മേളനം നടത്താൻ ദീപയെ പറയാതെ നമ്മളോട് അങ്ങനെ ഒരു അനുവാദം ചോദിക്കുന്നതല്ല, എന്നാലും നമ്മളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ട്. അന്നിങ്ങനെ പറയാതെ പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്നായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ കുഞ്ഞിക്കണ്ണനും ബേബിയോണ്ടും ഒക്കെ നടുക്കാൻ നമ്മാടൻ ഇരിക്കുന്നത്. അവര് പിന്നീട് സംരക്ഷിച്ചു. മാണി സാറ് ഈ ബജറ്റ് പ്രിപ്പറേഷന് അണ്ടർഗ്രൗണ്ടില്ല. അപ്പം അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മാണി സാർ എന്നോട് ചോദിച്ചു, പ്രസാദ് എങ്ങനെയെങ്കിലും നമ്പാടനെ എനിക്കൊന്ന് വിളിച്ചു തരാമെന്ന്. ഞാൻ അന്ന് മാണി സാർ നമ്പാടനെ വിളിച്ചെങ്കിൽ ചിലപ്പോൾ നമ്പാടൻ തിരിച്ചു പോകുന്നുണ്ട് എനിക്ക്. അല്ല, അത്രയും ഒരു നല്ല മനുഷ്യനാണ് നമ്പാടൻ. ഞാൻ പറഞ്ഞ അപ്പൊ നമ്പാടനെ നമ്മൾ ഈ ബാക്കി പേമാത്യുവിനെ പോലെ ഒന്നും നടക്കാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ശുദ്ധാത്മത പാവം മനുഷ്യനാണ്. പിന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. അങ്ങനെ തുറന്നു പറഞ്ഞാൽ ഇതൊക്കെ നല്ലാതെ പുള്ളി ഒരു അധികാരത്തിന് വേണ്ടിയോ ഒന്നിനു വേണ്ടിയും അല്ല പണത്തിന് വേണ്ടിയോ അങ്ങനെയുള്ള വലിയ ആർത്തിയൊന്നും അല്ല. കെ മാത്യു അങ്ങനെ പോയത് നല്ല കേട്ടോ, പണത്തിന് വേണ്ടി പോയത് അധികാരത്തിന് വേണ്ടിയിട്ട് പോയിട്ട്. അങ്ങനെ അദ്ദേഹം പോയത് കൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ പോകാം. തോമസ് ജോസഫിനെ ഇത് കേരള കോൺഗ്രസിന്റെ പ്രത്യേകതയാണ്, കുഞ്ഞോമാച്ചൻ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞോമാച്ചൻ മധുരാതെ വൈകി പോയത് കാരണം എല്ലാം ഒരു സംശയം പെട്ടെന്ന് ഉണ്ടായി എന്നുള്ളത്. അങ്ങനെ പ്രചരണങ്ങൾ നടത്തും. അത് ഈ കോൺഗ്രസിന് അതിനെന്തോ സംവിധാനം ഉണ്ടാകും, ഇന്നിപ്പോ എല്ലാവർക്കും ഉണ്ടെന്ന്. അങ്ങനെ വന്നതുകൊണ്ട് പറ്റിയതാ അല്ല, അതുകൊണ്ടല്ല. പക്ഷെ ദീപിയുടെ സമ്മർദ്ദം. പിന്നെ ഡൽഹിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഭയങ്കരമായിട്ട് നാരായണനാണ് ഇവിടെ വന്ന് ഈ കത്ത് നമ്മുടെ വഴുതക്കാട് CMA ഹൗസിലാണ് കൊണ്ടുപോയി വിക്ടറച്ചൻ്റെ കൊടുത്ത്. വിക്ടറച്ചൻ്റെ അടിച്ചെന്നാണ് ഈ പിന്നെ ഇവര് കുതിരവട്ടം മാത്യു ശിവനും കൂടെ പോയി മേടിച്ചതൊക്കെ അച്ഛൻ 22 സീറ്റും പിന്നെ ഏതാണ്ട് പേരൊക്കെ ഓഫർ. അപ്പൊ ആ ഓഫറിന്റെ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊടുത്തില്ല. 17 സീറ്റേ കൊടുത്തുള്ളൂ, 22 സീറ്റൊന്നും കൊടുത്തില്ല. ചതിക്കുമായിരുന്നു. അപ്പൊ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്തായിരിക്കണം എന്ന് ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിയും നോക്കി പഠിക്കേണ്ട ഒരു അനുഭവ പാഠമാണ് അങ്ങ് പങ്കുവച്ചത്. വലിച്ചാൽ വലിയുന്ന ഒരു കേരള കോൺഗ്രസിന്റെ റബ്ബർ രാഷ്ട്രീയം രസകരമായിരുന്നു. വളരെ നന്ദി ശ്രീ ദേവപ്രസാദ്. നന്ദി, നമസ്കാരം.